വിമോചനമായൊരു സുവിശേഷം. ആദാമിനെ നീതിമാനാക്കിയ ദൈവത്തിൻ കരുണയിൻ സുവിശേഷം. പാപവിമോചകനായൊരു സുവിശേഷം. ആദാമിനെ നീതിമാനാക്കിയ ദൈവത്തിൻ കരുണയിൻ സുവിശേഷം. നന്മ നിറഞ്ഞവനായ പിതാവിന്റെ സുവിശേഷം. ലോകത്തിൻ പാപത്തെ പോക്കിയ പുത്രന്റെ കരുണയിൻ സുവിശേഷം. ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ റൂഹായിൻ മഹിമയിൻ സുവിശേഷം. Glorious, glorious, glorious gospel. Glorious, glorious, glorious gospel. Glorious, glorious, glorious gospel. Glorious, glorious, glorious gospel. Thank you everyone for joining in this live. Thank you for watching. നമ്മൾ കഴിഞ്ഞ ദിവസം എരിവിനെ കുറിച്ച് സംസാരിക്കുന്നത് സീൽ, പരിജ്ഞാനത്തോടു കൂടിയ എരിവ്, പരിജ്ഞാനമില്ലാത്ത എരിവ് നമ്മൾ റോമാലേഖനത്തിൽ നിന്നൊക്കെ വായിച്ചു. ഈ പരിജ്ഞാനവുമായി ഈ പരിജ്ഞാനം എന്ന പദം പൗരസ്ത്യ ദൈവശാസ്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വിസ്ഡം, ഡിസൈൻമെന്റ്, നോളജ്, ഈ പദങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച പൗലോസിലെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഫിലിപ്പിയക്കാർക്ക് എഴുതുമ്പോൾ താൻ പറയുന്നത്, ആൻഡ് ദിസ് ഐ പ്രേ ദാറ്റ് യുവർ ലവ് മേ അബൗണ്ട് യെറ്റ് മോർ ആൻഡ് മോർ ഇൻ നോളജ് ആൻഡ് ഇൻ ഓൾ ജഡ്ജ്മെന്റ്. നിങ്ങളുടെ സ്നേഹം വർദ്ധിക്കട്ടെ എന്ന് പൗലോസ്ലിയ പ്രാർത്ഥിക്കുകയാണ്. സ്നേഹം വർദ്ധിക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷെ സ്നേഹം ചുമ്മാതെ അങ്ങ് സ്നേഹം വർദ്ധിച്ചിട്ട് കാര്യമില്ല. കാണുന്നവരുടെ എല്ലാം സ്നേഹമായി കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പമായി തീരും. അപ്പൊ അതുകൊണ്ട് സ്നേഹം എങ്ങനെയാണ് വർദ്ധിക്കേണ്ടത്? പരിജ്ഞാനത്തിൽ ആണ് സ്നേഹം വർദ്ധിക്കേണ്ടത്. നിങ്ങളെ ഈ ചിലപ്പോൾ കാണാം പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം. ദാറ്റ് ഈസ് ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. മനുഷ്യന്റെ സ്നേഹം പരിജ്ഞാനത്തിലാണ് വളരേണ്ടത്. പരിജ്ഞാനത്തെ കടന്നു പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമായി തീരും. ആളുകൾ വാക്യം അവിടെയുണ്ട്, വാക്യം കണ്ടിട്ട് പറയുമ്പോൾ നേരെ തിരിഞ്ഞു പോന്നു. കഴിഞ്ഞ ദിവസം ഒരാൾ വന്ന് ഇവിടെ തർക്കിച്ചതാണ്. പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹം, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹമാണ്. നമ്മുടെ സ്നേഹം എങ്ങനെയാണ് നിൽക്കേണ്ടത്? പരിജ്ഞാനത്തിലാണ് നിൽക്കേണ്ടത്. ഇവിടെ പൗലോസ്ലിയുടെ ഈ പ്രാർത്ഥന നിങ്ങൾ നോക്ക്. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണം എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എ പ്രയർ ഓഫ് സെയിന്റ് പോൾ. പൗലോസ്ലീഹായുടെ കുറെ അധികം പ്രാർത്ഥനകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ എഫെസ് ലേഖനത്തിലും ഫിലിപ്പി ലേഖനത്തിലും കൊലാസി ലേഖനത്തിലും. ഈ 3 ലേഖനങ്ങളാണ് നമ്മുടെ പൗരസ്ത്യ ദൈവശാസ്ത്രത്തിന്റെ ആധാരമായി നിൽക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. സോ ഗ്ലോറിയസ് ഗോസ്പൽ ഫോളോ ചെയ്യുന്ന ആളുകൾ കോൺസെൻട്രേറ്റ് ഓൺ ദീസ് 3 letters of Paul and the Gospel of John and the first epistle of John. 5 ബുക്കുകളാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത്. നമ്മൾ 22 പുസ്തകങ്ങൾ നമുക്ക് നമ്മുടെ പ്രോട്ടോകാനൻ ഉണ്ട്. പുതിയ നിയമത്തിലെ നമ്മുടെ സുറിയാനി സഭയുടെ പ്രോട്ടോകാനൻ 22 ബുക്സ് ആണ്. ഈ 22 ബുക്സും നമ്മൾ എടുക്കും. എല്ലാ പുസ്തകങ്ങളും നമ്മൾ ഉദ്ധരിക്കാറുണ്ട്, അതൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ഈ മഹത്വകരമായ സുവിശേഷത്തിന്റെ ആധാരമായി നമ്മൾ ഉപയോഗിക്കുന്ന ഈ 5 പുസ്തകങ്ങളാണ്. സോ യു കോൺസെൻട്രേറ്റ് ഓൺ ദീസ് 5 ബുക്സ്. 22 പുസ്തകം നിങ്ങൾക്ക് വായിക്കാം,
ധ്യാനിക്കാം. വളരെ നല്ലതാണ്. നമ്മുടെ പിതാക്കന്മാർ ഉപയോഗിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഈ 5 പുസ്തകത്തിൽ നമുക്ക് ഈ തേജസ്സിന്റെ സുവിശേഷം മുഴുവൻ കാണാൻ പറ്റുന്ന ഈ 5 പുസ്തകങ്ങൾ. അപ്പൊ അതിൽ വിശേഷിച്ച് എഫീഷ്യൻസ്, ഫിലിപ്പിയൻസ് ആൻഡ് കൊളോഷ്യൻസ്, ഈ 3 ലേഖനങ്ങളിൽ നിങ്ങൾക്ക് പൗലോസ്ലീഹായുടെ പല പ്രാർത്ഥനകളെ കാണാൻ പറ്റും. റീഡ് ആൻഡ് സ്റ്റഡി ദോസ് പ്രേയേഴ്സ്. ഷുവർലി ദാറ്റ് വിൽ ട്രാൻസ്ഫോം യുവർ ലൈഫ്. നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ മാറ്റും, നിങ്ങളുടെ ചിന്താഗതികളെ മാറ്റും, നിങ്ങളുടെ മനോഭാവങ്ങളെ മാറ്റും, നിങ്ങളുടെ പ്രാർത്ഥനാ രീതികളെ മാറ്റും, നിങ്ങളുടെ ദൈവബോധങ്ങളെ വിപ്ലവകരമായി പരിവർത്തനപ്പെടുത്തും. ഇതിനെല്ലാം പര്യാപ്തമാണ് ഈ പ്രാർത്ഥനകൾ. അപ്പൊ അതിലൊരു പ്രാർത്ഥനയാണ് ഞാനിവിടെ എടുത്തത്. ആ പ്രാർത്ഥന മുഴുവൻ പറയുന്നില്ല. ആ പ്രാർത്ഥന മുഴുവൻ പറയണമെങ്കിൽ ഒരു 3 സെഷൻ ലൈവിൽ പറയേണ്ടി വരും. സോ ഞാനതിൻ്റെ ഒരു ഭാഗമാണ് എടുക്കുന്നത്. അതായത് ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട്, that's for the glory and praise of God. It is for the glory of God. So this prayer is a glorious prayer. ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന എന്താണ് എന്ന് മനസ്സിലാക്കാൻ, നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ആയിത്തീരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. പൗലോസ്ലീഹയുടെ പ്രാർത്ഥനയാണ്. ഈ സ്നേഹത്തെ സംബന്ധിച്ച് ഞാൻ ഇന്നിങ്ങനെ ഈ ലൈവിൽ സംസാരിക്കാൻ താല്പര്യപ്പെട്ടത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പല ആളുകൾ പല വിഷയങ്ങൾ സംസാരിക്കുകയുണ്ടായി. അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളും കാര്യങ്ങളും. അപ്പൊ ഇതിനകത്തൊക്കെ ഈ സ്നേഹത്തിന്റെ തെറ്റായ ധാരണ കൊണ്ട് പല റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുന്നു, റിലേഷൻഷിപ്പിൽ ഒലച്ചിലുകൾ ഉണ്ടാകുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ അതേപ്പറ്റി ചിന്തിച്ചപ്പോൾ പൗലോസ്ലീഹയുടെ ഈ പ്രാർത്ഥന എൻ്റെ മനസ്സിലോട്ട് വന്നു. 2000 വർഷം മുമ്പ്, ഇപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കോൺഫ്ലിക്റ്റുകൾ, ഓൺലൈൻ സമ്പർക്കം കൊണ്ട് പലരും തമ്മിൽ ഉണ്ടാകുന്ന അമിതമായ മാനസിക അടുപ്പങ്ങൾ പലയിടത്തും ബന്ധങ്ങളിൽ വിള്ളലുകളെ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പല ആളുകൾക്കും സ്വസ്ഥത നഷ്ടപ്പെടുന്നു, പല ആളുകൾക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു, പല ആളുകൾക്ക് എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ആശ്ചര്യപ്പെടുന്നു. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? അപ്പൊ മനുഷ്യനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ കമ്പ്യൂട്ടർ എടുത്താൽ അതിനേക്കാൾ സങ്കീർണമായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇപ്പൊ ഏറ്റവും പുതിയ ക്യാമറ ഉള്ള ഫോൺ ഇപ്പം സാംസങ് ആണോ ഇറക്കുന്നത്, ഗൂഗിൾ പിക്സൽ ആണോ ഇറക്കുന്നത്, അതോ ഇനി ആപ്പിൾ തന്നെ ഇറക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള മത്സരങ്ങൾ നടക്കുക. ഇപ്പൊ ആപ്പിളിന്റെ ഒരു പുതിയ കുന്തപ്പനാണ്ടി ഇറങ്ങിയിട്ടുണ്ട്, കണ്ണിനകത്ത് വെച്ചാണ്ട് നോക്കുന്ന $3500 ചെറിയാച്ചൻ പറയുന്നത് കേട്ടു. പുള്ളി ഇന്നലെ എങ്ങാണ്ട് കണ്ണി കുത്തി കയറ്റാൻ പോയെന്നും പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പല സാധനങ്ങളും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതെന്തിറങ്ങിയാലും ഈ അതുക്കും മീതെ എന്ന് പറയുന്ന പോലത്തെ ഒരു പ്രോഡക്റ്റ്, ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോണിക് മേഖലയിലെ ഏറ്റവും ടോപ്പ് പ്രോഡക്റ്റ് മനുഷ്യനാണ്. അപ്പൊ നിങ്ങൾ മനുഷ്യ യെസ് ഹ്യൂമൻ ബീയിങ് ഈസ് ആൻ ഇലക്ട്രോണിക് പ്രോഡക്റ്റ്, ഒരു സൈബർ പ്രോഡക്റ്റ്. അപ്പൊ നിങ്ങൾ കാണുകയാണ്, ഓ അതിന് കമ്പി കാണുന്നില്ലല്ലോ, മെറ്റല് കാണുന്നില്ലല്ലോ, ഇലക്ട്രോഡ് കാണുന്നില്ലല്ലോ, IC കാണുന്നില്ല, ചിപ്പ് കാണുന്നില്ലല്ലോ, അത് കാണുന്നില്ലല്ലോ, സിലിക്കോൺ ചിപ്പ്, സിലിക്കോൺ ആണ് ഇതിന്റെ ചിപ്പ്. നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന വയറിങ്ങുകൾ, അപ്പൊ നമ്മുടെ നാഡിയെ പറ്റി ഇതുവരെയും ആധുനിക ശാസ്ത്രത്തിന് ഒരു ധാരണയും കിട്ടിയിട്ടില്ല. നാഡികളിൽ മനുഷ്യൻ ചിന്തകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഇമ്പൾസുകൾ എങ്ങനെ ഉണ്ടാകുന്ന, അത് ഒറിജിനേറ്റ് ചെയ്യുന്ന മനുഷ്യൻ തന്നെയാണോ, അതിന്റെ സോഴ്സ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല.
നാഡീവ്യൂഹം മുഴുവനായിട്ടും എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. മനുഷ്യന്റെ നാഡികൾ ഇതുവഴിയൊക്കെ പോകുന്നു, എന്തെല്ലാമാണ് നാഡി എന്ന് ഇതുവരെയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അത്ര സങ്കീർണമാണ്. ഇപ്പൊ അമേരിക്ക ഒരു പുതിയ വിമാനം ഇറക്കി കഴിഞ്ഞാൽ അതിന്റെ ഒരു ഏതാണ് റഷ്യ മിഗ് വിമാനം ഇറക്കിയപ്പം മിഗ് വിമാനം മോട്ടിച്ചുകൊണ്ട് പോയി പൊളിച്ചു നോക്കി ഇതിനകത്ത് എന്തൊക്കെയാണ് സെറ്റപ്പ് വെച്ചിരിക്കുന്നത് നോക്കി പഠിച്ചു. രഹസ്യം മുഴുവൻ പുറത്തായി. മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യന്റെ രഹസ്യം ഈ പഴയ കാലത്ത് ഈ ചിത്രകാരന്മാര് അനാട്ടമി പഠിക്കാൻ വേണ്ടി അന്നത്തെ കാലത്തൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ശവങ്ങൾ മോഷ്ടിക്കുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. രാത്രിയിലൊക്കെ പോയി കുഴിച്ചിട്ടെടുത്ത് ഇന്ന് ശവം മോഷ്ടിച്ചിട്ട് ഈ മോഷ്ടിച്ച് ശവം കൊണ്ടുവന്ന് ഈ അവയവങ്ങളെ പറ്റി പഠിക്കും. ഇതെങ്ങനെയാണ് ചിത്രം വരയ്ക്കേണ്ടത്. അത്രമാത്രം അധ്വാനിച്ച് അനാട്ടമി മനസ്സിലാക്കിയാണ് ഈ പഴയ ചിത്രമൊക്കെ വരച്ചിട്ടുള്ളത്. ഇന്ന് അതിന്റെ ഒന്നും ആവശ്യമില്ല. ആളുകൾക്ക് അതൊക്കെ ഫിംഗർ ടിപ്സിൽ ആർക്കും അവൈലബിൾ ആണ്. അന്നത്തെ കാലത്ത് അങ്ങനെയാണ്. അപ്പൊ ഈ ഒരു വിമാനം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവച്ചിട്ട് നമ്മൾ പൊളിച്ച് തുറന്നു വെച്ച് ഇതൊക്കെ പഠിക്കും, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ്. പക്ഷെ മനുഷ്യനെ കീറി മുറിക്കാൻ തുടങ്ങിയിട്ട് നാളെത്രയായി, അനലൈസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ പഠിച്ചു തീർന്നിട്ടില്ല എന്നല്ല, മനുഷ്യ മനസ്സിന്റെയോ മനുഷ്യ ശരീരത്തിന്റെയോ പ്രവർത്തനങ്ങളുടെ ഒരു ചെറിയ ശതമാനം മാത്രമാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ ഒരിക്കലും മനുഷ്യനെ പൂർണ്ണമായി അപ്പൊ ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് ആണ്. അപ്പൊ ഏറ്റവും അത്യാധുനികമായ കമ്പ്യൂട്ടറിനേക്കാൾ അധികം സങ്കീർണമായ, അധികം ആധുനികമായ, ഏറ്റവും മോഡേണായ, ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ഒരു സിസ്റ്റമാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പൊ ആ സിസ്റ്റത്തെ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ തമിഴന്മാരുടെ ശരി, ഹാൻഡിൽ വിത്ത് കെയർ, ഹാൻഡിൽ വിത്ത് കെയർ. ഓക്കെ, അപ്പൊ ഇത് ഹാൻഡിൽ ചെയ്യേണ്ടത് അങ്ങനെയാണ് പൗലോസ്ലീഹ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നിന്ന് വരുന്ന ഒരു സാധനമാണ് സ്നേഹം. സ്നേഹം വഴിവിട്ട് പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമായി. പൗലോസ്ലീഹയുടെ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പോവാണ്. നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ആയിത്തീരേണ്ടതിന്. അപ്പൊ നിങ്ങൾ ആ പ്രാർത്ഥന ഒന്ന് നോക്കിക്കേ. ഇപ്പൊ ഇവിടം തൊട്ട് നോക്കിയാൽ മതി. നമ്മുടെ ഭാഗം ഇതാണ്. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട്. അപ്പം സ്നേഹം വർദ്ധിക്കണം. സ്നേഹം എവിടെയാണ് വർദ്ധിക്കേണ്ടത്? സ്നേഹം വിവേകത്തിലാണ് വർദ്ധിക്കേണ്ടത്. സ്നേഹം വിവേകത്തിലാണ് വർദ്ധിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഈ സ്നേഹം എന്ന് പറയുമ്പോൾ ഈ സ്നേഹം പല തരത്തിലുള്ള സ്നേഹമുണ്ട്. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ലവ്. അപ്പൊ അതിന് നമുക്ക് ഈ ഗ്രീക്ക് ഭാഷയിൽ, ഇപ്പൊ ഗ്രീക്ക് പശ്ചാത്തലത്തിലാണ് ഈ പൗലോസ്ലീഹ ഈ ലേഖനമൊക്കെ എഴുതുന്നത്. പുതിയ നിയമത്തെ സംബന്ധിച്ച് നമ്മൾ പുതിയ നിയമം പഠിക്കുമ്പോൾ പൗലൂസ് എന്ന ശാസ്ത്രി ഈ 3 റിംഗ് സർക്കസ് ഒക്കെ ഇറങ്ങി, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ലോകത്തെ ഒരു വലിയ ഇതായിരുന്നു. നമ്മുടെ നാട്ടിലും വന്നായിരുന്നു 3 റിംഗ് സർക്കസ്. യൂറോപ്പിലാണ് ഈ 3 റിംഗ് സർക്കസ് വരുന്നത്. എന്റെയൊക്കെ ചെറുപ്പത്തിൽ കോട്ടയത്ത് വന്നായിരുന്നു 3 റിംഗ് സർക്കസ്. കമല 3 റിംഗ് സർക്കസ് എന്നായിരുന്നു എന്റെ പേര്. ഐ സ്റ്റിൽ റിമെമ്പർ ഇറ്റ്. കമല സർക്കസ് 3 റിംഗ് സർക്കസ് ആയിരുന്നു. അപ്പൊ ഒരു 3 റിംഗ് സർക്കസ് ആണ് പൗലോസ്ലീഹയ്ക്ക് ചുറ്റും. 1 റോം, 2 ഗ്രീക്ക്, 3 ജെറുസലേം. എന്ന് പറഞ്ഞാൽ റോമിന്റെ നീതിന്യായ വ്യവസ്ഥയും ഗ്രീക്കിന്റെ തത്വചിന്തയും സാഹിത്യവും യഹൂദന്റെ മതചിന്തയും. അപ്പൊ റിലീജിയസ് സിസ്റ്റം ഓഫ് ജ്യൂസ് ആൻഡ് ജുഡീഷ്യൽ സിസ്റ്റം ഓഫ് റോം ആൻഡ് ഫിലോസഫി ആൻഡ് ലിറ്ററേച്ചർ ഓഫ് ഗ്രീക്സ്. ഇത് മൂന്നും ചുറ്റും ചൂഴ്ന്നു നിൽക്കുമ്പോൾ അതിന്റെ നടുവിൽ ഇരുന്നിട്ടാണ് പൗലോസ്ലീഹ ലേഖനം എഴുതുന്നത്. സോ പൗലോസ്ലീഹ എന്തിനെഴുതി എന്ന് പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാകണമെങ്കിൽ യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ റോമൻ ജുഡീഷ്യൽ സിസ്റ്റം ആൻഡ് ദ ഫിലോസഫി ഓഫ് ഗ്രീക്സ് ആൻഡ് ദ റിലീജിയൻ ഓഫ് ജ്യൂസ്. ഇത് മൂന്നും അഡ്രസ് ചെയ്തും ഇതിന് മൂന്നിനാലും സ്വാധീനിക്കപ്പെട്ടും അതിനെ അഡ്രസ് ചെയ്തും ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു പൗലോസ്ലീഹയുടെ എഴുത്തിന്റെ രീതി.
അപ്പൊ നിങ്ങൾ ഇത് മൂന്ന് മനസ്സിലാക്കണം പശ്ചാത്തലം എന്ന് ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. കോണ്ടെക്സ്റ്റ് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് മൂന്നും കൂടെ പിടിച്ചെങ്കിലേ പൗലുസ്ലിഹയുടെ ലേഖനം മനസ്സിലാവും. അപ്പൊ ഇവിടെ ഈ സ്നേഹം എന്ന് പൗലുസ്ലിഹ പറയുമ്പോൾ അത് ഗ്രീക്ക് ഭാഷയിൽ നമ്മൾ സ്നേഹത്തിന് വിവിധ പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ആ പദങ്ങളെ പറ്റി ചിലപ്പോഴൊക്കെ മിക്കവാറും നമ്മളൊക്കെ പറയാറുണ്ട്. അപ്പൊ നമുക്ക് ആ പദങ്ങളെ നമുക്ക് പരിചയപ്പെടാം. അതില് ഒന്നാമത്തെ പദം ഈറോസ് എന്ന പദമാണ്. ഞാൻ ഈ ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി ഗ്രീക്കിൽ എഴുതി കഴിഞ്ഞാൽ വായിക്കാൻ ബുദ്ധിമുട്ടാകുന്നുണ്ട്. ഇറോസ്. ഇറോസ് എന്ന് കഴിഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ലവ്. എന്താണ് ഇറോസ്? ഇറോസ് എന്ന് പറഞ്ഞാൽ ലൈംഗിക ആകർഷണമാണ്. ലൈംഗിക സ്നേഹത്തിനെയാണ് ഇറോസ് എന്ന് പറയുന്നത്. ഇറോട്ടിക് എന്നുള്ള പദം നിങ്ങൾ ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട്. അത് ആ ഇറോസ് എന്ന ഗ്രീക്ക് പദത്തിനാൽ സ്വാധീനിക്കപ്പെട്ടു വന്നിരിക്കുന്ന ഇറോട്ടിക്, ഇറോട്ടിക്ക, ഇറോട്ടിക് ലവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക സ്നേഹമാണ്. നമ്മുടെ മലയാളത്തിൽ വേണേൽ രതി എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. അപ്പൊ ഇറോട്ടിക് എന്ന് പറഞ്ഞാൽ രതിയാണ്, അല്ലെങ്കിൽ ലൈംഗിക സ്നേഹമാണ്. അപ്പൊ ഇങ്ങനെ ഒരു സ്നേഹമുണ്ട്. അപ്പൊ നമ്മൾ വളരാൻ ഉദ്ദേശിക്കുന്ന സ്നേഹം പൗലുസ്ലിഹ പറയുന്നത് ഈ നിങ്ങൾ ഇറോട്ടിക്കായിൽ വളരാനല്ല ഉദ്ദേശിക്കുന്നത്. അപ്പം ആ രീതിയിൽ വളരുന്ന ആളുകളാണ് അതിൽ ചിന്തിക്കുകയും അതിലേക്ക് പോവുകയും ചെയ്യുന്ന രീതികളൊക്കെ. അപ്പൊ എന്താണ് ഈ സ്നേഹം എന്ന് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ സ്നേഹം പരിജ്ഞാനത്തിൽ വളരണം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അതാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പം രണ്ടാമത്തെ തരത്തിൽപ്പെട്ട സ്നേഹം ഫിലിയ ആണ്. ഫിലിയ ഫിലിയ എന്ന് പറയുന്ന ഒരു സ്നേഹമുണ്ട്. ഫിലിയ എന്ന് പറഞ്ഞാൽ അത് സഹോദര നിർവിശേഷമായ സ്നേഹമാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ കുറച്ചു കാലം മുമ്പ് വരെ, അതായത് നമ്മുടെ നാട്ടിലെ ഈ ആധുനികത വരുന്നതിന് തൊട്ടു മുമ്പ് വരെ നമ്മൾ പരിഹസിച്ചുകൊണ്ടിരുന്ന അന്നത്തെ കാലത്തെ പ്രണയത്തെയൊക്കെ പ്ലേറ്റോണിക് ലവ് എന്നൊക്കെ നമ്മൾ പറയുമായിരുന്നു. ഓ, നിനക്ക് അവളോട് പ്ലേറ്റോണിക് ലവ് ആണോ എന്ന് പറഞ്ഞാൽ കളിയാക്കി പറയും. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പ്ലേറ്റോണിക് ലവ്, പ്ലേറ്റോണിക് ഫീലിംഗ്. അപ്പൊ അതിനകത്തൊരു ആത്മീയതയുടെ സാന്നിധ്യം, ഒരംശമുണ്ട്. അതിനകത്തൊരു വിശ്വസ്തതയുടെയും വിശ്വാസ്യതയുടെയും അംശമുണ്ട്. ഇപ്പൊ ഈ ഫിലിയ എന്ന് പറയുന്ന ആ സ്നേഹം സാധാരണയായി കൂട്ടുകാർക്കിടയിലും കുടുംബാംഗങ്ങൾക്കിടയിലും ഒക്കെ രൂപപ്പെടുന്ന കൈൻഡ് ഓഫ് ലവ് ആണ്. ഫിലിയ അത് വളരെ ദീർഘകാലം നിലനിൽക്കുന്നതും അത് വളരെ പ്രതിഫലദായകവുമായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ലവ് ആണ് ഫിലിയ. ഈ ഫിലയോ, ഫിലിയ എന്നൊക്കെ പറയും. ഇതിൽ നിന്നാണ് ഈ ഫിലാഡൽഫിയ എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഫിലാഡൽഫിയ, ഫിലാഡൽഫിയ. അഡൽഫോസ്, അഡൽഫോസ് എന്ന് പറഞ്ഞാൽ സഹോദരന്മാർ എന്നാണ്, സഹോദരന്മാർ. ഫിലാഡൽഫോസ് എന്ന് പറഞ്ഞാൽ സ്നേഹമുള്ള സഹോദരന്മാർ, സഹോദര നിർവിശേഷമായ സ്നേഹം. പല രീതിയിൽ അതിന് അർത്ഥമുണ്ട്. ഫിലാഡൽഫിയ സഹോദര പട്ടണം നമ്മൾ ഫിലാഡൽഫിയ വിളിക്കാറുണ്ട്. വിളിക്കുന്നതിന്റെ കാരണം അതാണ്, സഹോദര നിർവിശേഷമായ സ്നേഹത്തിന്റെ നഗരം, അതാണ് ഫിലാഡൽഫിയ. അത് വെളിപ്പാട് പുസ്തകത്തിലെ നമ്മൾ കാണുന്ന തുർക്കിയിലെ ഒരു നഗരത്തിന്റെ പേരാണ്. അമേരിക്കയുടെ ഫസ്റ്റ് ക്യാപിറ്റൽ ഫിലാഡൽഫിയ. ഇന്നിപ്പോൾ വാഷിംഗ്ടൺ DC ആണ്, പഴയ ക്യാപിറ്റലാണ് ഫിലാഡൽഫിയ. നമ്മുടെ ഈസ്റ്റേൺ സീബോർഡിലുള്ള
ഒരു നഗരമാണ് ഫിലാഡൽഫിയ. പെൻസിൽവാനിയ സ്റ്റേറ്റിലുള്ളതാണ്. ന്യൂയോർക്കിന് അടുത്താണ് ഫിലാഡൽഫിയ. ന്യൂയോർക്കിൽ നിന്ന് 2 മണിക്കൂർ കാറിൽ സഞ്ചരിച്ച ഫിലഡൽഫിയയിലെത്തും. പക്ഷെ അതല്ല ഒറിജിനൽ ഫിലഡൽഫിയ. ഫിലാഡൽഫിയ, ഞാൻ ആ ഫിലിയ എന്ന പേര് നിങ്ങളുടെ മനസ്സിൽ കിട്ടാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ആന്ത്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനാണ് ഗ്രീക്കിൽ. മനുഷ്യനെ പറ്റി പഠിക്കുന്ന നരവംശ വിജ്ഞാനി. ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പറ്റി പഠിക്കുന്ന ഓളജിയാണ്. ഓളജി ലോഗോസ് എന്ന് പറയുന്നുണ്ട്. ആണ് തിയോസ് അധികം ലോഗോസാ. തിയോലോഗോസ്. ദൈവത്തെ പറ്റി പഠിക്കും തിയോളജി എന്ന് പറയും. മനുഷ്യനെ പറ്റി പഠിക്കും ആന്ത്രോപോളജി എന്ന് പറയും. മനുഷ്യ സ്നേഹത്തിന്റെ പ്രവർത്തനം, മനുഷ്യ സ്നേഹ നിമിത്തമുള്ള. അപ്പൊ സ്നേഹത്തിന് ഈ സ്നേഹമാണ് ഏതാ? ഫിലിയോ ആണ്. മനുഷ്യവർഗത്തോട് നമ്മൾ കാണിക്കുമ്പോൾ ഫിലാന്ത്രോപ്പിക് ആക്ടിവിറ്റീസ്. നിങ്ങൾ കേട്ടില്ലേ? ഫിലാന്ത്രോപ്പിക് സൊസൈറ്റി. ഫിലാന്ത്രോപ്പിക് എന്ന വാക്ക്, ഫിലയോ എന്ന് പറഞ്ഞാൽ സ്നേഹം, ആന്ത്രോപ്പോ ആണ് ഫിലാന്ത്രോപ്പിക് എന്ന വാക്ക് വരുന്നത്, മനുഷ്യനോടുള്ള സ്നേഹം. അപ്പൊ രണ്ടാമത്തെ കൈൻഡ് സ്നേഹമാണ് ഫിലിയ. ഇറ്റ് ഇസ് എ വെരി ഗുഡ് കൈൻഡ് ഓഫ് ലവ്. അത് എത്ര വർദ്ധിച്ചാലും നല്ലതാണ്. അത് വർദ്ധിക്കട്ടെ നിങ്ങൾക്ക്. ഫിലിയ എന്ന സ്നേഹമാണ്. നമ്മൾ മൂന്നാമത്തെ കൈൻഡ് സ്നേഹത്തിലേക്ക് നമുക്ക് പോകാം. മൂന്നാമത്തെ കൈൻഡ് സ്നേഹം സ്റ്റോർഗെ ആണ്. സ്റ്റോർഗെ എന്ന് പറയുന്ന സ്നേഹം സമർപ്പിത സ്നേഹമാണ്. അത് ഫിലിയയുടെ തന്നെ ഒരു വേരിയേഷൻ ആയിട്ട്, ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കുടുംബാംഗങ്ങൾക്കിടയിൽ ഉള്ള സ്നേഹമാണ്. പക്ഷെ ഈ സ്റ്റോർഗയ്ക്ക് പിന്നെ ഫിലിയ തന്നെയാണ്. പക്ഷെ അതിനകത്ത് സമർപ്പണം, കെയർ. ഇപ്പൊ സ്റ്റോർഗ എന്ന് പറഞ്ഞാൽ ഈ ഫിലിയ സ്റ്റോർഗയായി മാറുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പോ ഒരു കുടുംബാംഗങ്ങളിൽ ഒരാൾക്ക് അസുഖമായി കിടക്കുകയാണ്. നമുക്ക് ഭയങ്കര സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അടുത്ത് ചെന്നിരിക്കുക, പരിചരിക്കുക. ഇപ്പൊ പനിയാണെങ്കിൽ നമ്മൾ ഒരു തുണി നനച്ച് നെറ്റിയിൽ ഇടുക, മരുന്നെടുത്ത് കൊടുക്കുക, ചൂട് സൂപ്പ് ഉണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ സ്റ്റോർഗയുണ്ടോ നിങ്ങൾക്ക്? യു ക്യാൻ ടെസ്റ്റ് യുവർ സെൽഫ്. അതാണ് സ്റ്റോർഗെ എന്ന് പറയുന്നത്. അപ്പം അത് അവരെ എന്ത് ചെയ്യാണ്? മേക്ക് ദം ഫീൽ സെക്യൂർ, കംഫർട്ടബിൾ, സേഫ്. അവരെ സുരക്ഷിതരാക്കുക, അവരെ സുഖപ്രദമായിട്ട് ഇരുത്തുക, സുരക്ഷിതമായിട്ട് ഇരുത്തുക. അങ്ങനെ ചെയ്യുന്ന, സ്റ്റേബിൾ ആക്കുക. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ സ്റ്റോർഗെ എന്ന് പറയുന്ന ഈ കൈൻഡ് ഓഫ് ലവ് കൂടുതലും ഈ വിവാഹിതരായ, അപ്പം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലാണ് ഇത് ഏറ്റവും സാധാരണയായി കണ്ടത്. ഇന്നത്തെ കാര്യമൊന്നുമല്ല, ഞാൻ ഐഡിയൽ കപ്പിൾസിന്റെ കാര്യം പറയുന്നത്. ഇന്നത്തെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ എന്താ കണ്ടുവരുന്നെന്ന് എന്നോട് ചോദിക്കും. ഓരോന്നൊക്കെ കേട്ടിട്ട് ഞെട്ടിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. അപ്പൊ സ്റ്റോർഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ത്യാഗവും സഹിക്കാണ്. ഇപ്പൊ കുടുംബത്തെ വളർത്താനും കുടുംബത്തെ നയിക്കാനും ഒക്കെ വരുമ്പോൾ സമയത്ത്, ഇപ്പോൾ ഭാര്യയ്ക്ക്, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു ഒരു പെന്തക്കോസ്റ്റൽ പാസ്റ്റർ പുള്ളിയുടെ ഭാര്യയെ ചേർത്ത് പിടിച്ച്, അതായത് എനിക്ക് അറിയാവുന്ന കേട്ടോ, വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു പാസ്റ്ററാണ്. അപ്പൊ അത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ക്യാൻസർ ആയിരുന്നു. അപ്പൊ തലമുടിയെല്ലാം പോയി. അപ്പൊ മൊട്ടത്തലയുള്ള സ്ത്രീയെ ചേർത്ത് പിടിച്ച് അത് ഒരു ഫോട്ടോ ഇട്ടിരിക്കുക. അപ്പൊ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, കൈവിട്ടു പോകുമെന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു, പക്ഷെ ഇത്രത്തോളം കിട്ടിയല്ലോ. എനിക്ക് വലിയ സന്തോഷം തോന്നി, അഭിമാനവും തോന്നി. വളരെ അപൂർവമായിട്ടാണ് പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹം ഉള്ളത്. ഐ എം നോട്ട് ഇൻസൾട്ടിങ് ദം, ബട്ട് ഇറ്റ്സ് എ ഫാക്ട്. ആസ് എ ഫോർമർ പെന്തക്കോസ്റ്റൽ പാസ്റ്റർ ഐ നോ ഇറ്റ് വെരി വെൽ. എനിക്ക് എവിടെ വേണമെങ്കിലും അത് സാക്ഷ്യപ്പെടുത്താൻ പറ്റും. ഒരു സ്നേഹവും ഇല്ലാത്ത വകയാണ് ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ. ചാകാൻ നോക്കിയിരിക്കും അടുത്ത കെട്ടാൻ. ഈ ശവക്കുഴിയുടെ അരികെ വെച്ച് കല്യാണം ആലോചിക്കും. ഞാൻ ബ്ലെയിം ചെയ്യുന്നതല്ല, നിങ്ങളെ തന്നെ പരിശോധിക്കും. പെന്തക്കോസ്റ്റൽ കമ്മ്യൂണിറ്റി സ്വയം പരിശോധിക്കാൻ വേണ്ടി പറയുന്നു. ഞാൻ നിരീക്ഷിച്ചാലില്ല. ഒരു ഭാര്യ മരിച്ച ആളൊരു വിവാഹം കഴിക്കുന്നതോ, ഭർത്താവ് മരിച്ച സ്ത്രീ വിവാഹം കഴിക്കുന്നതോ ഒന്നും തെറ്റൊന്നുമല്ല. അതൊക്കെ സ്വാഭാവികമാണ്, മനുഷ്യന്റെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് ആവശ്യമാണ്. പക്ഷെ പെന്തക്കോസ്റ്റിൽ അങ്ങനെയല്ല. ചത്ത് കുഴിച്ചിടുന്നതിന് മുമ്പ് ആലോചിക്കുക എന്നുള്ളത്. ഇത്ര നീചന്മാരാണ് അവർ. ഞാനിത് ചുമ്മാ പറയുന്നതല്ല, സത്യമാണ്. അപ്പൊ ആ ഒരു ഇതാണ്. അപ്പൊ സ്റ്റോർഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളെ ക്ഷീണത്തിലും താഴ്ചയിലും ബലഹീനതയിലും ഒക്കെ കാണിക്കുന്ന സ്നേഹമാണ്. ഫിലിയോ ഈസ് ദർ, അത് കുടുംബാംഗങ്ങൾ. പക്ഷെ ഈ സ്റ്റോർഗ എന്ന് പറഞ്ഞാൽ അത് ഒരു വേരിയേഷൻ ഓഫ് ഫിലിയോ ആണ്. പക്ഷെ
സ്റ്റോർഗ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളൊക്കെ ഈ ഗ്ലോറിയസ് കേൾക്കുന്നവരൊക്കെ ഭയങ്കര ബുദ്ധിമാന്മാരാണ്, എന്നേക്കാൾ ബുദ്ധിമാന്മാരാണെന്ന് എനിക്കറിയാം. കാരണം ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ എത്രയോ ആളുകളാണ് എന്നേക്ക് ഉപദേശിച്ച് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നറിയോ, ഇങ്ങനെയാണ് പറയേണ്ടത്, ഇതാണ് ശരി എന്ന് പറഞ്ഞയക്കാറുണ്ട്. അപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാം അതിബുദ്ധിമാന്മാരാണ് എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പൊ അടുത്ത ഒരു വെറൈറ്റി ഓഫ് ലാഫ് അതാണ് പ്രാഗ്മ. ഈ പ്രാഗ്മ എന്ന് പറഞ്ഞാൽ ഈ എന്താണെന്ന് അർത്ഥം എന്നറിയോ? പ്രാഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാച്യൂരിറ്റി വന്ന സ്നേഹത്തിനെയാണ് പ്രാഗ്മ എന്ന് പറയുന്നത്. എന്താണ് മാച്യൂരിറ്റി? പക്വത വന്ന സ്നേഹം. ഇപ്പൊ നമ്മൾ ചക്കയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ എന്തായാലും പറയുന്നത് മൂത്തോന്ന് നോക്കും അല്ലെ, തുന്നിച്ചു നോക്കും. പരുവമായി, പാകമായി, പക്വമായി, ഇങ്ങനെ കേരളത്തിൽ പല ഭാഗത്തും പല വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. മൂത്തു, അതൊരു നെഗറ്റീവ് നോഷൻ ഉണ്ട് അതിനകത്ത്. പക്ഷെ കൃത്യമായിട്ട് പാകമായ, നിങ്ങൾ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ലോക്കൽ റീജിയനിൽ എന്താന്ന് വെച്ചാൽ അത് മനസ്സിലാക്കുക. ഞാൻ ഇത്രയൊക്കെ എനിക്ക് പറ്റത്തുള്ളൂ. പക്വത വന്ന സ്നേഹം. ഇപ്പൊ ഇംഗ്ലീഷിൽ മച്വർ ആയിട്ടുള്ള, മച്യൂരിറ്റിയോടുകൂടെ സ്നേഹിക്കുക. മച്യൂരിറ്റി ഇല്ലാതെ ചാബല്യമല്ല, ചപലതയല്ല, മച്വർ ലവ്. പക്ഷെ മച്യൂരിറ്റി ഇല്ലാത്ത ലവ് ഒക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം ലവിന്റെ ആ ഒരു ടൈറ്റിലിനടിയിൽ ഈ സാധനം എല്ലാം വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, രതി അതല്ലാതെ ഇറോസ് മുതൽ ഈ ലവ് എന്നുള്ള ഒരു വലിയ ബാനറിന്റെ കീഴിലാണ് ഇതെല്ലാം നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിനെല്ലാം ലവ് എന്നാണ് പറയുന്നത്. പക്ഷെ ഈ ലവ് എന്താണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. ഇതാണ് പൗലോസ്ലീഹ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും. എന്താണ് ഈ ഭേദാഭേദങ്ങൾ? ആണ് ഈ ലഫ് ഏതാണ്, ഏത് കൈൻഡാണ് ഇത്, എവിടുന്ന് വരുന്നതാണ് ഇത്, എങ്ങോട്ടാണ് ഇതിന്റെ പോക്ക് എന്ന് മനസ്സിലാക്കുക. അതിനാണ് പൗലോസ്ലീഹ പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ വിശുദ്ധനൊന്നുമല്ല. അതുകൊണ്ട് ഞാനിത് പറയുകയാണ്, ഇത് ഇന്നതാണ് കാര്യം. പ്രാഗ്മ എന്ന് പറയുന്നത് മച്വർ ലഫാണ്. ഈ എന്താ അതിന് പറയുക? പാകത വന്ന, പക്വത വന്ന, ഇത് ദീർഘകാലത്തേക്ക് നിലനിൽക്കും. ഈ പ്രാഗ്മ എന്ന് പറയുന്ന ലഫ് ഡ്യൂട്ടി, റീസൺ, ഗോൾസ് ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി വരുന്ന ലഫാണ്. റീസൺ. അപ്പൊ ആ ഒരു സ്നേഹത്തിനൊരു റീസൺ ഉണ്ട്. റീസണിങ്, ചുമ്മാ അങ്ങ് സ്നേഹിക്കുകയല്ല. മനസ്സിലായോ? ദീർഘകാല ബന്ധമാണ്. ഇപ്പൊ താഴത്തെ വീട്ടുകാരുമായിട്ട് നമുക്ക് ഒരു ബന്ധമുണ്ട്, ഒരു സ്നേഹമുണ്ട്. അപ്പൊ എൻ്റെ വല്യപ്പനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എടാ ഇന്ന കുടുംബക്കാർ, നമ്മളോട് പറയടാ ഇന്ന കുടുംബക്കാർ, അപ്പൊ അവരുമായിട്ട് നമുക്കൊരു സ്നേഹമുണ്ട്, നമ്മുടെ കുടുംബത്തിനൊരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തിനൊരു കാരണമുണ്ട്. അപ്പൊ അതിന് നമുക്ക് അങ്ങ് അകലെ കിടക്കുന്ന നമ്മുടെ വയലും അവരുടെ വയലും അടുത്തടുത്താണ്. അപ്പം വെള്ളം ചവിട്ടിക്കയറ്റുന്ന സമയത്ത് ഒരുമിച്ച് ചവിട്ടിക്കയറ്റിയിട്ടുണ്ട്. ഇങ്ങനെ പല പല കാരണങ്ങളുണ്ട് അതിന്. പഴയ കാലത്തെ ജീവിത രീതി ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞ. ഇനി പ്രാഗ്മ ലവ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ കണ്ടം മേടിക്കാനൊന്നും പോയേക്കല്ലേ, അതൊന്നും അല്ല എൻ്റെ അർത്ഥം. ഞാൻ ഉദാഹരണം പറഞ്ഞു. അപ്പൊ ഈ പ്രാഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും അവരും, അപ്പൊ ഈ അപ്പന്മാരൊക്കെ മരിക്കാൻ സമയത്തോ അല്ലെങ്കിൽ പിള്ളേരുടെ മരിക്കുന്നതിന് മുമ്പ് ചെറുപ്പത്തിലെ പറഞ്ഞു കൊടുക്കും, എടാ നമ്മൾ ഇന്ന കുടുംബക്കാരുമായിട്ട് നമുക്ക്. അപ്പൊ നമ്മുടെ അടിയന്തരങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ വിളിക്കണം മസ്റ്റായിട്ട്. ചിലപ്പോൾ നമുക്ക് ബ്ലഡ് റിലേഷനോ അല്ലെങ്കിൽ നമുക്ക് മാരേജ് ആയിട്ട് അങ്ങനെയുള്ള ഫാമിലി റിലേഷനോ ഒന്നും ഇല്ല അവരുമായിട്ട്. പക്ഷെ അവരുമായിട്ട് ഈ പ്രാഗ്മയാണ്. അതിന് ദീർഘകാലം നിലനിൽക്കുന്ന സ്നേഹമാണ്. അപ്പം നമ്മുടെ കല്യാണം ഉണ്ട്, അവിടെ പോയി വിളിക്കണം. നമ്മുടെ ഒരു 40 ദിവസമോ കൊച്ചിനെ മുക്കോ മാമോദിസ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിയന്തരങ്ങളുണ്ട്, അവിടെ വിളിക്കും, അവരെ അറിയിക്കും, അവരിങ്ങോട്ട് വിളിക്കും. അതൊരു പ്രാഗ്മയാണ്. ആ സ്നേഹത്തെയാണ് പ്രാഗ്മ എന്ന് പറയുന്നത്. അത് എന്താണ്? റീസൺ, ഡ്യൂട്ടി, ഗോൾസ്, നമ്മുടെ ലക്ഷ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുന്ന സ്നേഹമാണ് പ്രാഗ്മ. ഇപ്പൊ നിങ്ങൾ ഇംഗ്ലീഷിൽ പ്രാഗ്മാറ്റിക്
എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? പ്രാഗ്മാറ്റിക്. പുള്ളി ഭയങ്കര പ്രാഗ്മാറ്റിക് കേട്ടോ. ഇപ്പൊ മനസ്സിലായോ എന്താണ് പ്രാഗ്മ എന്ന്? അത് തന്നെ, പ്രാഗ്മാറ്റിക്, ബി പ്രാഗ്മാറ്റിക്. അതാണ് ആ സ്നേഹം. അത് ഗ്രീക്കിൽ നിന്ന് വരുന്നതാണ്. ഗ്രീക്ക് ഭാഷയിൽ നിന്ന് ഒരുപാട് പദങ്ങൾ ലാറ്റിൻ ഭാഷയിലേക്ക് കടം കൊണ്ടിട്ടുണ്ട്. ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വാക്ക് ഇംഗ്ലീഷിലോട്ട് എടുത്തിട്ടുള്ളത്. ഗ്രീക്കിൽ നിന്ന് വന്നിട്ടുണ്ട്. ഈ ഭാഷകളെല്ലാം ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഇപ്പൊ ഇംഗ്ലീഷ് ഭാഷയിലെ ഒരു 70% വാക്കുകളും ലാറ്റിൻ ഓർ ഗ്രീക്കിനോട് കടപ്പെട്ടിരിക്കുന്നതാണ്, കടം കൊണ്ടിട്ടുള്ളത്. അങ്ങനെയാണ് ആ ഭാഷ രൂപപ്പെട്ടത്. അതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചവറു ഭാഷ എന്നാണ് യൂറോപ്പിൽ അറിയപ്പെടുന്നത്. പിന്നെ ലോകഭാഷയൊക്കെ ആയി മാറി എന്നേ ഉള്ളൂ. അന്ന് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവരോട് യൂറോപ്യന്മാർക്ക് പുച്ഛമായിരുന്നു. അതറിയോ? ഏറ്റവും തറ ഭാഷയാണ് ഇംഗ്ലീഷ് എന്നാണ് അന്നത്തെ സങ്കല്പം. അങ്ങനെയാണ്. അവിടുത്തെ ഇലീറ്റ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ ഈതർ യു സ്പീക്ക് ലാറ്റിൻ ഓർ ഫ്രഞ്ച്, ഇതൊക്കെയാണ് ടോപ്പ് ലാംഗ്വേജ്. അല്ലാതെ ഇംഗ്ലീഷ് കൊള്ളത്തില്ല. ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ബൈബിള് തർജ്ജിമ ചെയ്തതിനാണ് വില്യം ടിൻഡേലിനെ പച്ചയ്ക്ക് കത്തിച്ചു കളഞ്ഞ്. നിങ്ങൾക്ക് ആ ഭാഷയുടെ നിലവാരം മനസ്സിലായോ? അപ്പം ഇംഗ്ലീഷ് ഭാഷ എങ്ങനെയാണ് അന്നുള്ളവർ കണ്ടിരുന്നതെന്ന് മനസ്സിലാക്കണം. കാരണം ഈ നിലവാരമില്ലാത്ത ഭാഷയിലേക്ക് തർജ്ജിമ മുഴുവൻ കടമെടുത്താണ്. അവിടുന്ന് മേടിച്ചു, ഇവിടുന്ന് മേടിച്ചു. അപ്പൊ സ്വന്തമായിട്ടൊന്നും ഇല്ല അല്ലേ എന്ന് ചോദിക്കുന്ന വിധത്തിൽ മുഴുവൻ കടം കൊണ്ട് ഈ ദ്വീപിൽ കിടക്കുന്ന വെള്ളക്കുരങ്ങുകള് മറ്റു ഭാഷകളിൽ നിന്ന് കട്ടെടുത്തതും കടം കൊണ്ടതും വലിച്ചെടുത്തതും ഒക്കെ ആയ വാക്കുകൾ വെച്ച് ഉണ്ടാക്കിയ ഭാഷയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഭാഷയ്ക്ക് യൂറോപ്യന്മാരുടെ ഇടയിൽ മതിപ്പൊന്നും. ഇംഗ്ലീഷ് സ്പീക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുച്ഛമാണ് അവരെ സംബന്ധിച്ച്. പക്ഷേ ഇംഗ്ലീഷ് ലോകഭാഷയായി പോയി. സായിപ്പ് ലോകം കീഴടക്കി, പ്രത്യേകിച്ച് അമേരിക്ക വന്നു. അങ്ങനെ ഇംഗ്ലീഷ് ലോകഭാഷയായി മാറി. ഇന്ന് ഇംഗ്ലീഷ് അറിയാമെന്നൊക്കെ പറയുന്നതാണ്. എന്നെ ഇംഗ്ലീഷ് എന്തോ ഒരു പ്രൗഢി പോലെയാണ്. അപ്പൊ ഇംഗ്ലീഷിന്റെ അന്നത്തെ നിലവാരത്തെ പറ്റി ഞാൻ പറഞ്ഞെന്നുള്ളൂ. സോറി, ആർക്കെങ്കിലും വേദനിച്ചെങ്കിൽ അവർ സഹിക്കുക, അത്രേ ഉള്ളൂ. അപ്പം പ്രാഗ്മ, നമുക്ക് പ്രാഗ്മയിൽ നിന്ന് മുന്നോട്ട് പോവാം. പ്രാഗ്മ കഴിഞ്ഞാൽ പിന്നെ വേറൊരു സ്നേഹം ആണ് ലൂഡസ് എന്ന് പറഞ്ഞ സ്നേഹം. ലൂഡസ് ഇതൊരു കൈൻഡ് ഓഫ് ലവ് ആണ്. ലൂഡസ് എന്താണ് ഈ ലൂഡസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാടൻ ഭാഷ പറഞ്ഞ കളിസ്നേഹമാണ്. കളിസ്നേഹം എന്താണ് ഈ കളിസ്നേഹം എന്ന് പറഞ്ഞാൽ, ഈ ഇപ്പൊ നമ്മൾ പതിവായിട്ട് ബാറിൽ പോകുന്നത്, ഉദാഹരണം കേട്ടോ, ഇപ്പൊ ഞാൻ പതിവായിട്ട് ബാറിൽ പോകുന്നത് നിങ്ങൾ ചിന്തിക്കല്ലേ, നിങ്ങൾ പതിവായിട്ട് ബാറിൽ പോവുക, കള്ളു കുടിക്കാൻ പോകുന്നത്. അപ്പൊ അവിടെ കാണുന്ന സഹകുടിയന്മാരുമായിട്ട് നിങ്ങൾക്കൊരു റാപ്പോർട്ട് ഉണ്ടാകും. സ്നേഹം, സന്തോഷമാണ്. പരസ്പരം കാണുന്ന, തമാശ പറയുക, പൊട്ടിച്ചിരിക്കുക. അതിനെയാണ് ഈ ലൂഡസ് എന്ന് പറഞ്ഞത്. ഒരു കാഷ്വൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുകയാണ്. അപ്പൊ അതിന്റെ മെയിൻ ഫോക്കസ് ഒരു മേക്കിംഗ് ഫൺ, ലിവിങ് ഇൻ ദാറ്റ് മോമെന്റ് എന്ന് നമ്മൾ പറയത്തില്ല. എന്നാൽ ആ സമയത്തേക്കുള്ള ഒരു താൽക്കാലം. ഇപ്പൊ നമ്മൾ ട്രെയിനിൽ പോവാം, ഡൽഹിക്ക് കോട്ടയത്ത് നിന്ന് കയറി 3 ദിവസം ട്രെയിനിൽ ഇരിക്കണം. ഇപ്പോഴത്തെ എനിക്കറിയത്തില്ല കേട്ടോ, പഴയ കാര്യം. ഉദാഹരണം, എൻ്റെ ഉദാഹരണം എല്ലാം പഴം തന്നെ. ഇപ്പൊ ഈ ഒത്തിരി പേര് പറയുന്നുണ്ട് ഉദാഹരണങ്ങളൊന്നും ശരിയല്ല, സഹിക്കുക, അല്ല ഇപ്പൊ എന്നാ ചെയ്യുക. അപ്പൊ ഈ ട്രെയിനിൽ ഇങ്ങനെ നമ്മൾ പിന്നെ കയറി പോകുമ്പോഴൊക്കെ നമുക്ക് ബെർത്ത് ഒക്കെ ഉണ്ട്. സെക്കൻഡ് ക്ലാസ് ആണെന്ന് വെച്ചു. നമ്മളിങ്ങനെ പോയി, നമുക്ക് ഒറ്റയ്ക്കാണ് പോകുന്ന വെച്ചു, നമ്മുടെ കൂടെ ആരുമില്ല. അപ്പൊ നമുക്കൊരു തിക്കുമുട്ടലുണ്ട്. നമ്മൾ 3 ദിവസം ഈ ട്രെയിനിൽ ഇരിക്കണം. ആയിരിക്കും അടുത്ത്, ഏതാ ലെവലാതെയാ വന്നിരിക്കും, ഇങ്ങനെ ഒരു ചിന്തയും പേടിയൊക്കെ. അപ്പം നമ്മൾ ഈ ട്രെയിനിൽ കയറി ഇരുന്ന് കഴിയുമ്പോൾ ഓപ്പോസിറ്റും ഒക്കെ ആൾ വന്ന്, അപ്പോൾ ട്രെയിൻ പയ്യെ മൂവ് ചെയ്തു. അപ്പം നമ്മളിങ്ങനെ ചുറ്റും നോക്കും, നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന. അപ്പം നമുക്കൊരു ടെൻഡൻസി ഉണ്ടാകുകയാണ്. അപ്പം അടുത്തിരിക്കുന്ന ആളുമായിട്ടൊരു പരിചയം ഉണ്ടാക്കുക. ഒരാവശ്യമില്ല, നമുക്ക് ഒറ്റയ്ക്ക് ട്രെയിനിൽ പോകാം, നമുക്ക് ടിക്കറ്റ് ഉണ്ടല്ലോ. പിന്നെ ഇടയ്ക്ക് ചായ എന്ന് പറഞ്ഞ് വരുമ്പോഴേക്കും ആ വാട്ടർവെള്ളം മേടിച്ച് കുടിക്കാം, അങ്ങനെയൊക്കെ ഇരിക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കാൻ ഒന്ന് ചിരിക്കും, അയാളൊന്ന് നോക്കും, അപ്പം അയാളും ഇങ്ങോട്ട് നോക്കും. അപ്പം അങ്ങനെ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മളൊന്ന് ഒരു ബന്ധം അങ്ങ് ഉണ്ടാകുകയാണ്. ബന്ധം ഉണ്ടായി, വർത്താനമൊക്കെ ആയി, സന്തോഷമായി. ഇങ്ങനെ ഇതാണ് ലൂഡസ് എന്ന് പറഞ്ഞാൽ. ഫോർ ദാറ്റ് മോമെന്റ്, ആ ഒരു ജേർണിക്ക് വേണ്ടിയാണ്. മോസ്റ്റ് പ്രോബ്ലി നമ്മൾ അവരുടെ ഫോൺ നമ്പറും അഡ്രസ്സും മേടിക്കാറില്ല, അവർ നമ്മുടെ മേടിക്കാറില്ല, നമ്മൾ പിരിഞ്ഞു. ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് കള്ളന്മാരൊക്കെ വന്നിട്ടുണ്ട്, അവര് വാട്സാപ്പ് നമ്പറൊക്കെ മേടിക്കും, പിന്നെ പല കാര്യങ്ങളും. പിന്നെ അതിനകത്ത് ലൂഡസിൽ കൂടെ നിങ്ങൾക്ക് വരുന്ന നഷ്ടത്തിലൊന്നും നമ്മൾ ഉത്തരവാദി. അപ്പൊ ഈ ലൂഡസ് എന്ന് പറഞ്ഞാൽ അതാണ്, താൽക്കാലികമായ ആ സമയത്തേക്ക്
ലൂഡസ് ഉണ്ടാകുക. ഇപ്പൊ ഈ ക്ലബ് ഹൗസിൽ വന്നിരിക്കുന്ന സമയത്ത് ഒത്തിരി ആളുകളും ഫേക്ക് പേരുകളില്ല, സ്വന്തം പേരിലൊന്നും വരത്തില്ല. കാരണം അവരുടെ പർപ്പസ് ലൂഡസ് ആണ്. അല്ല അവിടെ ഫിലെ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു പ്രാഗ്മ ഉണ്ടാക്കാനൊന്നും അവർക്ക് താല്പര്യമില്ല. അവരവരുടെ ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്തുന്നില്ല. അവരുടെ ഉദ്ദേശം വേറെയാണ്, ജസ്റ്റ് ഫോർ ലൂഡസ്. അപ്പൊ ലൂഡസ് മേക്കിങ്ങിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് അവർ ഈ ക്ലബ് ഹൗസിനെയൊക്കെ കാണുന്നത്. അങ്ങനെ ഈ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസിൽ അവർ വരുന്നത്. നിങ്ങൾക്ക് ഞാൻ ഈ ലൂഡസ് എന്താണെന്ന് മനസ്സിലാക്കാൻ, അപ്പം പതിവായിട്ട് കുടിക്കുന്നവൻ അവിടെ വന്ന് കുടിച്ച് നല്ല അവിടെ വെച്ച് കണ്ടുള്ള പരിചയമാണ് ലൂഡസ്. ഞാനൊരു ഉദാഹരണം പറയാം. പാസഞ്ചർ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, നല്ലൊരു സിനിമയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം. മേക്കിംഗ് ഒന്നും വലിയ മെച്ചമൊന്നുമില്ല, പക്ഷെ നല്ല സ്റ്റോറി ലൈൻ നല്ലതാണ്, നല്ല മൂവിയാണ്. അപ്പൊ അതിനകത്ത് ദിലീപും നമ്മുടെ നെടുമുടി വേണു പിന്നെ ശ്രീനിവാസനുമാണ് പ്രധാനമായിട്ട് അഭിനയിക്കുന്ന ഒരു ട്രെയിൻ യാത്രയാണ്. നല്ല മൂവി കേട്ടോ, നിങ്ങൾ കാണാത്തവർ ഐ സജസ്റ്റ് ഇറ്റ്. അപ്പൊ അതിനകത്ത് ആളുകൾ തമ്മിൽ ഇങ്ങനെ ഒരു ലൂഡസ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ലൂഡസ് ഉണ്ടാക്കാൻ വിമുഖനാണ് ശ്രീനിവാസന്റെ ക്യാരക്ടർ. പക്ഷേ ഒരാവശ്യം വരുമ്പോൾ, ദിലീപിനൊരു ആവശ്യം, ഒരു അത്യാഹിതം വരുന്ന സമയത്ത് പുള്ളിയുടെ ലൂഡസ് സത്യത്തിൽ ഒരു ഹയർ ഗ്രേഡ് ലഫായി മാറും നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ലൂഡസ് ആണെങ്കിൽ അത് നമുക്ക് എന്നാന്ന് പറഞ്ഞാൽ പോകും. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ എന്നും ബസ് യാത്രയിൽ കാണുന്ന ഒരാൾ, നമ്മൾ ചെറുതായിട്ട് ചിരിക്കാറുണ്ട്, ഹായ് എന്നാണ്ടെന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ ഇറങ്ങിപ്പോവാണ്, നമ്മൾ പച്ചക്കറിയൊക്കെ മേടിച്ച് നമ്മളിങ്ങനെ വീട്ടിലോട്ട് ധൃതി പോകുന്ന സമയത്ത് ഇയാളെ ഒരു വണ്ടി തട്ടി, ഒരു സ്കൂട്ടർ വന്ന് തട്ടി, ഇയാൾ അവിടെ വീണു. അപ്പൊ നമ്മൾ കണ്ടു, ഓ ശോ കഷ്ടായിപ്പോയി. നമ്മൾ നേരെ നമ്മൾ പോവാണ്, കാരണം നമ്മൾ ലൂഡസ് ആണ്, അതിനപ്പുറത്തൊന്നുമില്ല. അപ്പൊ ഈ ലൂഡസുകാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഈ ട്രെയിൻ യാത്രയിൽ സ്വാഭാവികമായിട്ടും രൂപപ്പെടുന്ന ലൂഡസ് ആണ്. പക്ഷെ ആ പാസഞ്ചർ മൂവിക്കകത്ത് അത് ആ പരിധി കഴിഞ്ഞിട്ട് അത് മറ്റൊരു ഫോമിലെ ലവ് ആയി മാറുന്നു. ഇറ്റ്സ് എ ഗുഡ് മൂവി കേട്ടോ, നിങ്ങൾ കണ്ടിട്ടില്ലേ അത് കാണുക. പിന്നെ പാവം ഒക്കെയാണ് സിനിമ കാണുന്നത്. കത്തോലിക്കര് അച്ഛനോട് പറഞ്ഞാൽ മതി, പെന്തക്കോസുകാർ പായലിരുന്ന് കരഞ്ഞാൽ മതി. കണ്ടിട്ടേ, ഇതാണല്ലോ പെന്തക്കോസുകാരുടെ പരിപാടി. ഞാൻ കണ്ടിട്ടുണ്ട് എന്റെയൊക്കെ പരിപാടി. എല്ലാ പാപവും വൃത്തികേടും കാണിക്കും, എന്നിട്ട് പ്രാർത്ഥനയ്ക്ക് മുമ്പ് നിന്ന് കർത്താവ് കഴുകണമേ, കുളിപ്പിക്കണമേ, പിന്നെ കർത്താവിനതല്ലേ പണി. ഇതാണ് ഇവരുടെ പരിപാടി. അപ്പൊ നമ്മൾ എവിടെ വരെയായി? ലൂഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിനകത്ത് ലൂഡസിനകത്ത് സെക്സ് വരെ ഉണ്ടാകും കേട്ടോ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ, ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഈ ഷെയർഡ് ലിവിങ് ഉണ്ട്, അല്ലെ ലിവിങ് ടുഗദർ എന്നൊക്കെ പറയും. അപ്പൊ അതിലൊക്കെ ഈ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് താമസിക്കുകയും അവർ സെക്സ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അവർ തമ്മിൽ പിന്നീട് അങ്ങനെയുള്ള കമ്മിറ്റ്മെന്റോ അതിനകത്തൊരു ലോങ് ടൈം ബന്ധമോ അങ്ങനെ പരസ്പരം അങ്ങനെ ഒരു പ്രതീക്ഷയും ഇല്ല. അത് ലൂഡസാണ്. അപ്പൊ ലൂഡസ് എന്ന് പറയുന്ന ആ കാറ്റഗറിക്കകത്ത് ഫിസിക്കൽ സെക്സ് വരെ ഉണ്ടാകാം. അപ്പൊ ഞാൻ പറഞ്ഞ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് മനസ്സിലാക്കുക, അത് ലൂഡസ് ആണ്. അപ്പൊ ലൂഡസ് ഇന്നത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഇപ്പൊ ചില ഈ ലൂഡസിനകത്ത് വിടുന്ന ചില പെണ്ണുങ്ങളാണ് കുറച്ച് കഴിയുമ്പോഴേക്കും മനോരമയിലെ കാണും, വിവാഹ വാഗ്ദാനം തട്ടി ലൈംഗിക ചൂഷണം നടത്തി. എന്ത് ലൂഡസ് ആണടേ, അതിനകത്ത് അതൊക്കെ വരും. മനസ്സിലായി? നീ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്. അല്ല, വിവാഹ വാഗ്ദാനം നടത്തി, ലൈംഗിക ചൂഷണം നടത്തി. മനോരമക്കാർക്ക് വേറെ ഒരു പണിയില്ല. അപ്പൊ നമ്മൾ മുന്നോട്ട് പോവാണ്. അടുത്ത കൈൻഡ് ഓഫ് ലവ്, അത് മാനിയ. ഇതൊരു കൈൻഡ് ഓഫ് ലവ് ആണ് മാനിയ എന്ന് പറഞ്ഞാൽ ഭ്രാന്തമായ സ്നേഹം, അഭിനിവേശം എന്നൊക്കെ ആണെങ്കിൽ മലയാളത്തിൽ. അല്ല, ഭ്രാന്തമായ സ്നേഹം, ദാറ്റ്സ് എ ഗുഡ് ട്രാൻസ്ലേഷൻ. ഭ്രാന്തമായ സ്നേഹമാണ് മാനിയാക്ക് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇപ്പൊ ഓരോന്നിനും മാനിയ ഉള്ളവരുണ്ടല്ലേ, ഓരോന്നിനും മാനിയ ഉള്ളവരുണ്ട്. നിങ്ങൾ ഈ മനഃശാസ്ത്രത്തിലൊക്കെ അങ്ങനെ പേരുകൾ ധാരാളം കേട്ടിട്ടുണ്ടല്ലോ. മാനിയ എന്നുള്ള ഓരോന്നായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റും. ഈ മാനിയായും ഫോബിയായും നമുക്ക് വളരെ, മലയാളികൾക്കൊക്കെ വളരെ പരിചയമുള്ള വാക്കുകളാണ്.
മാനിയായും ഫോബിയായും. ഒത്തിരി മാനിയ ഉണ്ട് നിങ്ങൾക്ക്. ഇപ്പം ആന്തോമാനിയ, ഈ ആന്തൂറിയം, ആന്തോ എന്ന് പറഞ്ഞാൽ ഫ്ലവറാണ്. ഈ ആന്തോമാനിയ എന്ന് പറഞ്ഞാൽ പൂക്കളോടുള്ള പ്രണയം, ചുമ്മാ പൂക്കളെ അങ്ങ് ഇഷ്ടപ്പെടുക. എവിടെ പൂ കണ്ടാലും പൂ മേടിച്ചു വെക്കുക, പൂവിന്റെ പടം DP ആയിട്ട് ഇടുക. നമ്മുടെ ഒരു അജിത്ത് ഉണ്ട്, നമ്മുടെ ക്ലബ് ഹൗസ് വരുന്നത്, നല്ലൊരു സഹോദരന, ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പുള്ളി ഭയങ്കര അറിവൊക്കെ ഉള്ള. പക്ഷെ പുള്ളി പുള്ളി ആന്തോമാനിയാന്ന് ഞാൻ പറയല്ലോ കേട്ടോ, ഞാൻ അങ്ങനെ പറയുന്നത്. നിങ്ങളൊരു ക്ലബ് ഹൗസിലുള്ളതൊക്കെ അറിയാം, എപ്പോൾ വന്നാലും ഒരു പൂ വെച്ചോണ്ടിങ്ങനെ. അപ്പം അങ്ങനെ ഒരു വാക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എന്തിനോടും ഭ്രാന്തമായ അതിര് കവിഞ്ഞ ആ സ്നേഹം ഉള്ളതിനെയാണ് മാനിയ എന്ന് പറയുന്നത്. ഇപ്പം അബ്ലൂട്ടോമാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് കൈ കഴുകുക, ദേഹം കഴുകുക, ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്, എപ്പോഴും കുളിക്കാനുള്ള അബ്ലൂട്ടോമാനിയ. എനിക്ക് നമ്മുടെ അന്തരിച്ച മന്ത്രിയാണ് KM മാണിക്ക് ഈ അബ്ലൂട്ടോമാനിയാണ്. പുള്ളി എപ്പോഴും കുളിക്കുമായിരുന്നു, ദിവസം 6 പ്രാവശ്യമൊക്കെ കുളിക്കും, ചുമ്മാ കുളിക്കുക. അപ്പൊ ഇങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഗസ്റ്റ് ഹൗസോ എല്ലാം കണ്ടു കഴിഞ്ഞാൽ ആ നിർത്ത് ആണ്, കയറി ഉടനെ വേറെ ഡ്രസ്സ് ഉണ്ട് അതെടുക്കുക, പോവുക, നല്ലപോലെ കുളിക്കുക, പൗഡർ ഇടുക, ഈ പുതിയ ഉടുപ്പിടുക, ഇങ്ങനെ പിന്നെ പോയി അടുത്ത ഒരു സൗകര്യപ്രദമായ സ്ഥലം. പുള്ളിയുടെ യാത്രാ ജീവിതം മുഴുവൻ കുളിക്കാനുള്ള സൗകര്യം എവിടെ കിട്ടുമെന്ന് നോക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഞാൻ പല ഇന്റർവ്യൂവിലും മനോരമയിലും ഒക്കെ വന്നിട്ടുള്ള കേട്ടോ, ഞാൻ ചുമ്മാ പറയുന്നല്ല. അപ്പൊ ഇതിങ്ങനെ പല അവസ്ഥകളാണ് പല ആളുകൾക്കും. അപ്പൊ ഇങ്ങനെ ഈ അത്തരത്തിലുള്ള ഒബ്സസീവ് ലവ് ആണ് മാനിയ എന്ന് പറഞ്ഞത്. അല്ല, ഓക്കെ, നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ഒബ്സഷൻ എന്ന വാക്ക് വേണം നമുക്ക് ഉപയോഗിക്കാൻ. ഒബ്സഷൻ. ഒരുപാട് ടൈപ്പ് മാനിയുണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്ക് രസമുള്ള ഒരു മാനിയ കൊണ്ടാണ് ഡിപ്സോമാനിയ, നിങ്ങൾക്ക് വേണം ഉപയോഗിക്കാൻ പറ്റും. ഡിപ്സോമാനിയ എന്ന് പറഞ്ഞൊരു എന്താ നിങ്ങൾക്കറിയോ? ഡിപ്സോമാനിയ കുടിക്കണം എന്നുള്ള താല്പര്യം, കള്ള് കുടിക്കുന്നതിനോട് ഭയങ്കര താല്പര്യം, അതാണ് ഡിപ്സോമാനിയ. ഡിപ്സോമാനിയാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണക്കാർക്ക് ഡിപ്സോമാനിയാക്ക് എന്ന് കുടിക്കാനുള്ള. അപ്പൊ ഈ മാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലഫല്ല, പക്ഷെ ലഫിന്റെ ബാനറിലാണ് ഈ സാധനം വരുന്നത്. വിശാലമായ അംബ്രലയ്ക്കകത്ത് വരുന്ന ഒന്നാണ് മാനിയ. അത് ഒബ്സസീവായിട്ടുള്ള ലഫാണ്. ഈ മാനിയക്കകത്ത് ഇറോസും ലൂഡസും സമസമം ചേർത്ത് മേമ്പൊടി ചേർത്ത് നോക്കാം, മിക്സ് ചെയ്ത്. ഇറോസും ലൂഡസും നിറഞ്ഞിരിക്കും മാനിയാക്കകത്ത്. പക്ഷെ അതിനകത്ത് ഒരിക്കലും മാനിയാക്കിന് ഒരിക്കലും ഫിലിയ കാണില്ല, പ്രാഗ്മ കാണില്ല. ഇറോസും ലൂഡസും ഇഷ്ടം പോലെ കാണും. അതാണ് മാനിയയുടെ ഒരു പ്രശ്നം. ഇപ്പൊ നിങ്ങൾ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ലഫാണ് ഈ മാനിയ കേട്ടോ. ഇപ്പൊ ചിലപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾ ഇടപെടുന്ന ചിലർ മാനിയ ആയിരിക്കും അവർക്ക് നിങ്ങളോടുള്ള. ചിലപ്പം അത് നിങ്ങളുടെ ഭർത്താവായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യ ആയിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരനായിരിക്കാം, കൂട്ടുകാരി ആയിരിക്കാം, അല്ലെങ്കിൽ സഹപ്രവർത്തകനായിരിക്കാം, അല്ലെങ്കിൽ ബോസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിയാൻസി ആയിരിക്കാം, ആരുമാകാം. അപ്പം മാനിയ ആണോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന അവര് വളരെ വേഗം ഈ ബന്ധത്തെ അഡ്വാൻസ് ചെയ്യാൻ ശ്രമിക്കും. ഉദാഹരണം പറഞ്ഞ് പരിചയപ്പെട്ട ഉടനെ നമുക്ക് കല്യാണം കഴിച്ചേക്കാം, അല്ലെങ്കിൽ നമുക്ക് ഊട്ടിക്ക് പോയേക്കാം, എല്ലാം പെട്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ ഗ്രാജുവലായിട്ട് നാച്ചുറലായിട്ട് അതൊരു എന്നാ പറയുന്ന ഒരു സ്വാഭാവികമായ രീതി, ഓർഗാനിക് വേയിൽ ഈ ലവ് വളരാൻ അവർ സമ്മതിക്കില്ല. അവർ പെട്ടെന്ന് തള്ളി കൊണ്ടുപോകും. അപ്പം എന്തും അവര് തിരക്ക് പിടിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും. ഇപ്പം നിങ്ങളുമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിൽ ഒരാൾ അമിതമായ തിടുക്കം കാണിക്കുന്നുണ്ടെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ എൻഗേജ്മെന്റ് നടത്തിയേക്കാം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ പോയി പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ തിടുക്കം കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള റിലേഷനിൽ നിന്ന് പെട്ടെന്ന് മാറുന്നതായിരിക്കും നല്ലത്. കാരണം അതൊരു മാനിയയുടെ ബിഗിനിങ് സിംറ്റമാണ്, അതിലേക്ക് പോവാണ്. അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വലിയ കുഴപ്പത്തിൽ നിങ്ങൾ ചെന്ന് ചാടും. മാനിയാക്കിന്റെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ നേരിടേണ്ടി വരും. പിന്നെ ഈ മാനിയാക്കിന്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവര്
ഈ പതിവായിട്ട് നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യും. നിങ്ങളെ പാമ്പർ ചെയ്യാൻ വേണ്ടി, നിങ്ങളെ ഫീൽ സ്പെഷ്യൽ ആണെന്ന് കാണിക്കാൻ വേണ്ടി പൂ കൊണ്ടുത്തരുവോ, കാർഡ് കൊണ്ടുത്തരുവോ, അല്ലെ ബാഗ് പിടിച്ചുകൊണ്ട് നടക്കുവോ, അങ്ങനെ എപ്പോഴും നിങ്ങളെ പ്ലീസ് ചെയ്യിക്കാൻ വേണ്ടി അമിതമായിട്ട് ശ്രമിക്കും. അങ്ങനെ നിങ്ങൾ എൻജോയ് ചെയ്യും. അത് ഏതൊരു മനുഷ്യനും എൻജോയ് ചെയ്യും. പക്ഷെ നിങ്ങളുടെ സർക്കിളിൽ അങ്ങനെ ഒരാൾ നിങ്ങളെ കെയർ ചെയ്യുക, പാമ്പർ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരാളുണ്ടല്ലോ എന്ന് ചിന്തിക്കരുത്. എൻ്റെ കൂടെ ഒരു ഭ്രാന്തം കൂടിയല്ലോ എന്ന് വേണം ചിന്തിക്കാൻ. അപകടമാണ് ഓവറായിട്ട്. ഞാൻ പറഞ്ഞ ആരെങ്കിലും ഒരിക്കൽ വല്ലപ്പോഴും ഒരു പൂ തരുന്നോ ഒരു കാർഡ് തരുന്നോ അതിന്റെ കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞത്. കണ്ടിന്യൂസ് കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് സർപ്രൈസ് തരികയും ഗിഫ്റ്റ് തരികയും പാർട്ടി തരികയും അങ്ങനെയൊക്കെ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ക്രമേണ അതിൽ നിന്ന് ഒഴിയുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഒഴിയാൻ ശ്രമിച്ചവരൊക്കെയാണ് പലപ്പോഴും ആസിഡ് ആക്രമണത്തിനും പെട്രോൾ ആക്രമണത്തിനും തീ വെച്ചതും ഒക്കെ നമ്മൾ ഒത്തിരി കേട്ടല്ലോ. മാനിയയുടെ ഒരു ഔട്ട് പേസ്റ്റ് ആണ് സംഭവിക്കുന്നത്. പിന്നെ ഇവരുണ്ടല്ലോ, ഈ മാനിയ ആണെങ്കിൽ അവര് എപ്പോഴും നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, നീ എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ, നിനക്ക് എന്നെ ഇഷ്ടമാണോ, വേറെ വല്ലവരും ഇഷ്ടമുണ്ടോ, എന്നെയാണോ ഏറ്റവും ഇഷ്ടം, എന്നോട് താല്പര്യമുണ്ടോ, ഇങ്ങനെയൊക്കെ ഒരാൾ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസൈൻ ചെയ്യുക, സംഭവം പുള്ളിക്ക് ഈ മാനിയ ഉണ്ട്. കാരണം പുള്ളിക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഒന്നുമില്ല, തന്നെ ആരും ആ സ്നേഹത്തിൽ കോൺഫിഡൻസ് ഇല്ല. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വികലമായ സ്നേഹമാണ്. പിന്നെ നിങ്ങൾക്കെല്ലാം അറിയാവുന്നല്ലോ, ഈ മാനിയാക്സ് എപ്പോഴും പൊസസീവ്നെസ് അവർക്കുണ്ടായിരിക്കും, എക്സ്ട്രീം ആയിരിക്കും അത്. അതായത് അവരുടെ സ്വന്തമാണ്, മറ്റാരും സംസാരിക്കുന്ന ഇഷ്ടമില്ല, മറ്റാരോട് സംസാരിക്കുന്ന ഇഷ്ടമില്ല, മറ്റാരും ഇടപെടുന്ന ഇഷ്ടമില്ല. ഈ മാനിയ എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഈ പ്രണയ ജോഡികളുടെ ഇടയിൽ മാത്രമല്ല, ആരുടെ ഇടയിലും ഈ മാനിയ ഉണ്ടാകും കേട്ടോ. ആരുടെ ഇടയിലും ഉണ്ടാകും, ഏത് സ്നേഹത്തിലും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക. എക്സ്ട്രീം പൊസസീവ്നെസ് ആയിട്ട് ആരെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ മാനിയാണ്. പിന്നെ ഈ മാനിയാക്സിന്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ലവേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ തന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യും, ടെക്സ്റ്റ് അയക്കും. ഇപ്പൊ ടെക്സ്റ്റിന് മറുപടി വരണം, ഇപ്പൊ എവിടെയാ, ഇപ്പൊ എന്നാ ചെയ്യുക, ഇങ്ങനെയൊക്കെ ചോദിക്കും. ഇത് മാനിയാണ്. മാനിയ എന്ന് പറഞ്ഞാൽ ഭ്രാന്തെന്ന് വേണേ മലയാളത്തിൽ പറയാം കേട്ടോ. ഇത് സ്നേഹമായിട്ടാണ് ബ്രാൻഡ് ചെയ്യപ്പെടുന്നത്. പിന്നെ ഈ മാനിയ മൂത്ത് കഴിയുമ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. എല്ലാ ആസ്പെക്റ്റും അവർ കൺട്രോൾ ചെയ്യും. അവർ നിങ്ങളുടെ ശരിയായ വെൽവിഷേഴ്സ് അല്ല, അവർ നിങ്ങളെ കൺട്രോൾ ചെയ്യുകയാണ്. ബിക്കോസ് അത് അവരുടെ ഒരു മനോരോഗമാണ്. അതുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്. എല്ലാം അവർ പറയുന്ന പോലെ വേണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ എവിടെയായി ഇപ്പം നിൽക്കുന്നത്, എന്താണ് ചെയ്യുന്നത്. പിന്നെ അവരെ സംബന്ധിച്ച് അവരെപ്പോഴും നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത്. അവർക്കത് നിർത്തി സ്വാഭാവികമായ ജീവിതത്തിൽ അങ്ങനെ പോകാനൊന്നും പറ്റത്തൊന്നുമില്ല. ഫുൾ ടൈം ഇത് മാത്രമേ അവർക്ക് കാണത്തുള്ളൂ. അപ്പം നിങ്ങൾ ചിന്തിക്കും, ദേ നീഡ് യു, അല്ലേ? ഷോ, എന്നെ പറ്റി എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക, അപ്പൊ ഞാൻ വിളിക്കണം, ഞാൻ ചെല്ലണം, എന്നെ കാണണം. നോ, ദേ നീഡ് ട്രീറ്റ്മെന്റ്, നോട്ട് യു. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അവരെപ്പോഴും നിങ്ങളെ ഒബ്സർവ്, നിങ്ങളുടെ ചുറ്റും ഇങ്ങനെ പറക്കുന്ന ഈ എന്നാ പറയുന്ന ഹെലിക്യാം ഉണ്ടല്ലോ, മുകളിൽ കൂടെ പറക്കുന്ന ഡ്രോൺ വെച്ച് ഇങ്ങനെ നിങ്ങളെ എപ്പോഴും ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് നിൽക്കാനൊക്കെ ഫെസിലിറ്റി ഉണ്ട്, അവരത് ചെയ്യും. അതാണ് ഈ അസുഖത്തിന്റെ ഒരു പ്രത്യേകത. പിന്നെ അവർ നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കാളിയാകത്തില്ല. ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ചാൻസ് കിട്ടാണ്, യൂറോപ്യൻ ടൂർ നിങ്ങളെ കൊണ്ടുപോകും 10 ദിവസത്തേക്ക്, കമ്പനി കൊണ്ടുപോകും. അവർ പറയും പോകല്ലോ കേട്ടോ, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയും. യൂറോപ്പിൽ പ്രത്യേക ഒരു പനിയുണ്ട്, അവിടെ അത് പിടിക്കുന്നുണ്ട്, പിന്നെ അല്ലേ പോകല്ല, എങ്ങനെ ഉഴപ്പാൻ ശ്രമിക്കും. നിങ്ങളുടേതായ ഒരു സന്തോഷം അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ വെൽബീയിങ്, നിങ്ങൾക്കൊരു പുരോഗതി ഉണ്ടാകുന്നത്, നിങ്ങൾക്ക് ജോലിയിൽ ഒരു പ്രൊമോഷൻ കിട്ടുന്നത്, ബോസ് നിങ്ങളെ അഭിനന്ദിച്ചത്, ഇങ്ങനെയുള്ളതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവർ അസ്വസ്ഥരാകും. സോ ദേ ആർ നോട്ട് യുവർ റിയൽ ഫ്രണ്ട്സ്, ദേ ആർ നോട്ട് യുവർ റിയൽ ലവർ, ദേ ആർ ജസ്റ്റ് മാനിയാക്സ്. പിന്നെ അവരെപ്പോഴും നിങ്ങളെ പറ്റിയുള്ള ഒരു യഥാർത്ഥ അഭിപ്രായം പറയത്തില്ല. എപ്പോഴും കാപ്പട്ടി, ചുമ്മാ ഫേക്ക് ആയിട്ട് ചുമ്മാ പ്രശംസിക്കും. നിങ്ങൾക്കൊരു കുഴപ്പമുണ്ടെങ്കിലും പറയൂ അടിപൊളിയാണ്, ഇങ്ങനെയൊക്കെ പറയാം. ഇത് മാനിയാക്കളുടെ ഒരു ലക്ഷണമാണ്. ഇപ്പം
അവർ പിന്നെ നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും കേട്ടോ, ഭ്രാന്തമായിട്ട്. വേണ്ടി വന്നാൽ അവരുടെ കുടുംബത്തെയും കൂട്ടുകാരെ ഒക്കെ വെറുപ്പിക്കുകയും ഉപേക്ഷിക്കുകയൊക്കെ ചെയ്യും. ഇതെല്ലാം മാനിയയുടെ ഹെൽത്തി മച്വർ ലഫ് അല്ല. മാനിയയെ പറ്റി പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഞാനീ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ലഫിനെ പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ഒരു ലവ് നമുക്ക് കാണാം, ദാറ്റ് ഇസ് അഗാപ്പെ. അഗാപ്പെ എന്ന് പറയുന്നത് നമുക്കറിയാം, അത് അൾട്ടിമേറ്റ് ലവ് ആണ് അല്ലേ? ഇതേപ്പറ്റിയാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. ദൈവസ്നേഹം, ത്യാഗപൂർണമായ സ്നേഹം, മുഖപക്ഷമില്ലാത്ത സ്നേഹം, എല്ലാവരെയും സ്നേഹിക്കുന്നു. അതാണ് അഗാപ്പെ എന്ന് പറയുന്നത്. അല്ല, വീട്ടുകാരെ സ്നേഹിക്കുന്നില്ല, എനിക്ക് എൻ്റെ ഭാര്യയോട് അഗാപ്പയാന്ന് പറഞ്ഞാൽ ഒരു ഭ്രാന്താണ്. നോ, അഗാപ്പെ എന്ന് പറഞ്ഞാൽ അത് ഒരാളിൽ പരിമിതപ്പെടില്ല. ഇഫ് യു ഹാവ് അഗാപ്പെ, അതെല്ലാവരോടും കാണും. അല്ല, അഗാപ്പെ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഭാര്യയോടും പിള്ളേരോടും ഒക്കെ എന്തോ ഒരു അഗാപ്പയാണെന്നറിയാമോ? നോ നോ നോ, അഗാപ്പെ അങ്ങനെയല്ല. അഗാപ്പെ എന്ന് പറഞ്ഞാൽ അതെല്ലാവരോടും ഉള്ളതാണ് അഗാപ്പെ. ദൈവസ്നേഹമാണ്. സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ എല്ലായിടത്തും പ്രകാശം കൊടുക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് അഗാപ്പയുണ്ടോ? അയ്യോ, എനിക്കെന്തൊരു അഗാപ്പയാണെന്നറിയോ? ആരാടാ? എൻ്റെ ഭാര്യയോട് അഗാപ്പയുണ്ട്, പിന്നെ ഉണ്ടല്ലോ ഇന്നോരോടൊക്കെ എനിക്ക് അഗാപ്പയുണ്ട്, എൻ്റെ സ്നേഹം അഗാപ്പയാണ് സഹോദര. അങ്ങനല്ല, അഗാപ്പെ എന്ന് പറഞ്ഞാൽ അത് എല്ലാവരോടും ഉള്ളതാണ് അഗാപ്പെ. മറ്റൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഫിലിയ, സ്റ്റോർഗെ, അങ്ങനെയൊക്കെയുള്ള കൈൻഡ്സ് ഓഫ് ലവ്. അപ്പൊ അഗാപ്പെ എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ദൈവം ആ മരക്കുരിശിൽ പ്രദർശിപ്പിച്ചാണ് അഗാപ്പെ. എല്ലാവരോടും ഉള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ഗോഡ് ഡിസ്പ്ലേഡ് ഹിസ് അഗാപ്പെ. അതാണ് മുഖപക്ഷമില്ല, അതെല്ലാവർക്കും ഉള്ളതാണ്. വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് പൊട്ടം ബന്ധക്കോസാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇഫ് ഇറ്റ് ഈസ് ഓൺലി ഫോർ ദോസ് ഹു ബിലീവ്, ഇറ്റ് ഈസ് നോട്ട് അഗാപ്പെ. അത് വേറെ ആണ് സാധനം. അഗാപ്പെ എന്ന് പറഞ്ഞാൽ എല്ലാവരോടും. അതാണ് അഗാപ്പെ. ഇനി ഞാൻ ഈ ഒരു പുതിയ മെറാക്കി എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ഇത് ആക്ച്വലി പൗലൂസിലേക്ക് പരിചയമുള്ള ഒരു ഗ്രീക്ക് പദമല്ല. പൗലൂസിന് അറിയത്തില്ല, നീ ആരാടാ പൗലൂസിനെക്കാല്ലേ. ഇത് ഈ അടുത്ത കാലത്ത് കോയിൻ ചെയ്ത് വന്ന ഒരു പദം. അതുകൊണ്ടാണ് മെറാക്കി എന്ന് പറഞ്ഞാൽ ആധുനിക മോഡേൺ ഗ്രീക്കിൽ വന്നിട്ടുള്ള പദമാണ്. ഏൻഷ്യൻ ഗ്രീക്കിലൊന്നുമില്ല. മെറാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടർക്കിഷ് വേർഡിൽ നിന്ന് കോയിൻ ചെയ്ത് ഗ്രീക്കുകാർ ഉണ്ടാക്കിയ വാക്കാണ് മെറാക്കി. പക്ഷെ അതിപ്പോൾ ഭയങ്കര ട്രെൻഡിങ് വേർഡാണ്. അപ്പം ഞാൻ ഈ ലവിനെ പറ്റിയുള്ള ഗ്രീക്ക് വേർഡ്സ് ഞാൻ ഈ അടുത്ത കാലത്ത് പിള്ളേരുമായിട്ട് പോകുന്ന സമയത്ത് ഇതിനെപ്പറ്റി പറഞ്ഞു. ലവിനെ പറ്റി പല വാക്കുകളുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ പിള്ളേർ ഇറ്റ് ഈസ് സോ ഇൻട്രസ്റ്റിംഗ്. അത് കഴിഞ്ഞ് അവരിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി, ശരിയാണല്ലോ. അപ്പം ഞാൻ അവിടെ നിന്നപ്പോൾ ഈ ലവിനെ പറ്റി പറയുമ്പം ആരെങ്കിലും സെർച്ച് ചെയ്തപ്പോൾ മെറാക്കി എന്നൊരു വാക്കുണ്ട്. അപ്പോൾ അത് പറഞ്ഞില്ല. മെറാക്കി എന്ന് പറഞ്ഞാൽ ഒരു ഏൻഷ്യൻ ഗ്രീക്കിലൊന്നുള്ള മോഡേൺ ഗ്രീക്കിൽ അവർ കോയിൻ ചെയ്തെടുത്താണ്. അപ്പം അതിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ക്രിയേറ്റിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നമ്മൾ ശില്പകല, അല്ല പെയിന്റിങ്, പാട്ട്, ഇപ്പം നമ്മളുണ്ടല്ലോ ഈ അശ്വതി കലാമന്ദിരം എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, ഐഡിയ സ്റ്റാർ സിംഗർ. അപ്പം ഐഡിയ സ്റ്റാർ സിംഗർ അങ്ങനെയൊക്കെയുള്ള ഈ പരിപാടികളുണ്ട്. ഒരു ജോയിന്റ് വെഞ്ചർ, അതായത് നമ്മൾ കലാപരമായ ഒരു സാക്ഷാത്കാരം, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ഒരു സീരിയൽ പിടിക്കുക, അല്ലെങ്കിൽ ഒരു ശില്പം നിർമ്മിക്കുക, അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ കൊച്ചിയിൽ നടക്കുന്ന ബെന്നത്തുവാലയോ അതാണ്ട് ഒരു പരിപാടി ഉണ്ടല്ലോ, കൊച്ചിൻ ബിനാലെ, അങ്ങനെ കണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പരിപാടികൾക്ക് വരുമ്പോഴേക്കും അവിടെ ഇപ്പൊ ചുവരിൽ ചിത്രം വരയ്ക്കുക, അല്ലെങ്കിൽ പ്രതിമ ഉണ്ടാക്കുക, ഇങ്ങനെ. അപ്പൊ അതിനുവേണ്ടി ഒരുമിച്ച് ഒരു കലാപര സഫരിയിലൂടെ ഒരു സാക്ഷാത്കാരത്തിന് വേണ്ടി ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ രൂപപ്പെടുന്ന ഒരു ഐക്യബോധവും സ്നേഹവും, അതിനെയാണ് അവർ ഈ മെറാക്കി എന്ന് പറയുന്നത്. നമ്മുടെ ഈ പഠനമായിട്ട് ബന്ധപ്പെട്ടല്ല. ഞാൻ പിന്നെ ആ പദം പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നാളെ വരാനുള്ള വാട്സാപ്പ് മെസ്സേജുകളെ ഒഴിവാക്കാൻ വേണ്ടി. കാരണം ഇപ്പൊ എൻ്റെ പ്രേക്ഷകർ മുഴുവൻ പ്രോസസ്സായി മാറിയിരിക്കുകയാണ്. അവരൊക്കെ എന്നെ പഠിപ്പിച്ച് എനിക്ക് കോച്ചിങ്ങും ഒക്കെ സെർമൺ പോയിന്റ്സ് ഒക്കെ അയച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് അത് കുറച്ച് കുറയ്ക്കാൻ, അവരുടെ അധ്വാനം കുറയ്ക്കാൻ വേണ്ടി ഇതോട് പറഞ്ഞതേ ഉള്ളൂ. ഇത് നിങ്ങൾ ജസ്റ്റ് ഡിസ്റിഗാർഡ്. അത് വലിയൊരു പ്രാധാന്യമുള്ള കാര്യമല്ല. അപ്പൊ അങ്ങനെ ഒരു വാക്കുണ്ട് എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ.
അടുത്ത വാക്ക് ഫിലോട്ടിയ. ഈ ഫിലോട്ടിയ എന്ന് പറയുന്ന ഈ ലവ്, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ലവ്. ഇത് അരിസ്റ്റോട്ടിലിയൻ തത്വചിന്തയിൽ അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്കാണ്. യേശുക്രിസ്തു ഉദ്ധരിച്ചിട്ടുണ്ട്. അരിസ്റ്റോട്ടിലിനെ നിങ്ങൾക്കറിയോ, ഈ ഫസ്റ്റ് സെഞ്ചുറിയിലൊക്കെ അരിസ്റ്റോട്ടിലിനെയൊക്കെ നമ്മൾ സെയിൻസ് ആയിട്ട് കരുതിയിട്ടുണ്ട്, ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ്. ഈവൻ ഓർത്തഡോക്സ് വർഷിപ്പ് പ്ലേസസിൽ അരിസ്റ്റോട്ടിലിൻ്റെ ഒക്കെ ചിത്രം പോലും ഭിത്തിയിൽ ഹാങ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സെയിൻസിനെയൊക്കെ കാണുന്ന ഓർത്തഡോക്സ് വേയിൽ നിന്നൊക്കെ നമ്മൾ ഒത്തിരി അകന്നുപോയി. അത് ഇസ്ലാമിക് റിലീജിയൻ്റെയും കൾച്ചറിൻ്റെയും ഒക്കെ ഇൻഫ്ലുവൻസ് ആണ്. പിന്നീട് പ്രൊട്ടസ്റ്റന്റ് ഇൻഫ്ലുവൻസ് കയറി, ഓർത്തഡോക്സിക്ക് അതിൻ്റെ തനിമ നഷ്ടപ്പെട്ടു. അപ്പം അരിസ്റ്റോട്ടലിൻ്റെ പിക്ചർ ഹാങ് ചെയ്യുന്ന വാൾസ് നമ്മുടെ വർഷിപ്പ് പ്ലേസസിലൊക്കെ നമ്മൾ വെക്കുമായിരുന്നു. അരിസ്റ്റോട്ടലിയൻ ചിന്തകളോട് നമ്മൾ ഇൻഡപ്റ്റഡ് ആണ്. അപ്പോൾ അങ്ങനെ തൂക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ആ രീതിയിലൊക്കെ വരുമ്പോൾ നമ്മുടെ സത്യത്തിലൊരു ട്രൂ ഓർത്തഡോക്സ് ചർച്ച് ആണെങ്കിൽ, ഇപ്പം ഈ ഫൈവ് വാസ് എ ബിഷപ്പ്, ഞാനത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ ബിഷപ്പും പാത്രിക്കീസും ഒന്നുമല്ല, ജസ്റ്റ് വാതിൽപ്പടിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, വാതിൽപ്പടി ജൂതൻ എന്നൊക്കെ പറഞ്ഞത്. അപ്പം ഞാൻ എൻ്റെ ഒരു നിരീക്ഷണം പറഞ്ഞു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഐഡിയൽ ഓർത്തഡോക്സ് ചർച്ചാണ്. ആ ചർച്ചിൻ്റെ വാളിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു പടം വേണം മസ്റ്റായിട്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പടമില്ലാതെ ഒരു ഓർത്തഡോക്സ് ചർച്ച് ഫങ്ഷൻ ചെയ്യുന്ന, ഇറ്റ് ഈസ് നോട്ട് ഓൺ ഓർത്തഡോക്സ് ചർച്ച് ഇൻ ഇറ്റ്സ് വേ, ഇൻ ഇറ്റ്സ് മീൻസ്, ഇൻ ഇറ്റ് എസെൻസ്. നമ്മൾ ഈ വിശുദ്ധൻ എന്നൊക്കെയുള്ള ഒരു കോൺസെപ്റ്റ് തെറ്റായിട്ടാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. നമ്മൾ വിശുദ്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക തൃഷ്ണകളെ അടക്കി ഇങ്ങനെ ശരീരമൊക്കെ മെലിയിപ്പിച്ച് ഇങ്ങനെ അങ്ങനെ എന്തോ അങ്ങനെയൊക്കെ തെറ്റായ ചിന്തയാണ്. നമ്മുടെ സഭയുടെ ഒരു വിശുദ്ധനാണ് കോൺസ്റ്റന്റൈൻ, എംപറർ കോൺസ്റ്റന്റൈൻ. കോൺസ്റ്റന്റൈൻ്റെ അമ്മ ഹെലനി രാജ്ഞി വലിയ കോൺട്രിബ്യൂഷൻ ചെയ്തതാണ് സഭയ്ക്ക് വേണ്ടി. സോ ഷീ ഈസ് കൺസിഡർഡ് ആസ് എ സെയിന്റ്. അല്ല അവർ പ്രാർത്ഥിച്ച് മഴ പെയ്ക്കുവോ മഴ മാറ്റുമൊന്നും ചെയ്തതല്ല, അല്ലേ? സ്ലീബായി വന്ദിപ്പാനായി ഹേലനി രാജ്ഞി നൃപപട്ടണമം. അപ്പൊ ഈ എത്ര പേരെയാണ് നമ്മൾ അങ്ങ് കോമമറേറ്റ് ചെയ്യുന്നത്? എൻ്റെ ഒരു ഞാൻ സ്വപ്നം കാണുന്ന ഗിനാശ്ശേരി എന്നൊക്കെ പറയുന്നല്ലേ, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഓർത്തഡോക്സ് വർഷിപ്പ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ആ ഭിത്തിയിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു ചിത്രം കാണും. അയ്യോ കാരണം കേരളത്തിൽ സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി അതുപോലെ അദ്വൈത ചിന്തകളെ പ്രസരിപ്പിച്ച ചിത്രം അവിടെ വെക്കുന്നതിന് കുഴപ്പമില്ല. ആൽബർട്ട് അതുപോലെ ആ നിരയിങ്ങനെയുണ്ടോ കുറെ ആൾ, അവരുടെയൊക്കെ വെക്കാൻ പറ്റും കേട്ടോ. ഞാൻ പറഞ്ഞു നിങ്ങളെ എന്തെങ്കിലുമൊക്കെ വിലക്കുന്നുണ്ട്, നിങ്ങൾ ഈ താടിയും തലപ്പാവും ഉള്ള മെത്രാന്റെ പടം മാത്രമേ വെക്കുള്ളൂ എന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് എന്തോ സാരമായ കുഴപ്പമില്ല. നിങ്ങൾ മതഭ്രാന്തന്മാരാണ്, മതമൗലികവാദികളാണ്, ഇടുങ്ങിയ ചിന്താധിക്കാരാണ്. അപ്പൊ ഞാനീ പറഞ്ഞു തന്നെ ഈ ഫിലോട്ടിയ എന്ന വാക്ക് അരിസ്റ്റോട്ടിലായിട്ട് വന്ന അരിസ്റ്റോട്ടിലിയൻ തത്വചിന്തയുടെ കണക്ഷൻ പറഞ്ഞു. ഈ ഫിലോട്ടിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ലവ് ആണ്, നമ്മളെ തന്നെ സ്നേഹിക്കുന്നതിനാണ് ഫിലോട്ടിയ എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് നമ്മളോട് തന്നെ ഒരു സ്നേഹം വേണമല്ലോ. അപ്പം നമ്മളോട് തന്നെ സ്നേഹമില്ലാത്ത ആൾക്ക് ഹെൽത്തി ലിവിങ് സാധ്യമല്ലെന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. മറ്റുള്ളവരെ സ്നേഹിക്കാൻ പോയിട്ട് ജീവിക്കാൻ പോലും പറ്റില്ല. സ്വയം സ്നേഹം അത് നഷ്ടപ്പെടുന്നതാണ് ഈ തൂങ്ങിച്ചാകുന്ന ആത്മഹത്യയൊക്കെ ചെയ്യും. അതാണ് ഫിലോട്ടിയ. യേശുക്രിസ്തു പറഞ്ഞ എന്നാ, നിന്നെപ്പോലെ തന്നെ നീ മറ്റുള്ളവനെ സ്നേഹിക്കുക. അപ്പം നിന്റെ ഫിലോട്ടിയ പോലെ നീ ഫിലിയ കൊടുക്കാന്ന് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. നീ അഗാപ്പെ കൊടുക്കാനെന്ന് യേശു പറഞ്ഞു. ദിസ് നോട്ട് പോസിബിൾ, കർത്താവിന് അറിയാം ഇതിൻ്റെയൊക്കെ രൂപം. നിന്റെ ഫിലോട്ടിയ പോലെ നീ ഫിലിയായെ കൊടുക്കണം, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ഇങ്ങനെ ഞാനിപ്പം 5-8 വാദങ്ങളൊക്കെ പറഞ്ഞു. ഇനിയും വേറെ പദങ്ങളൊക്കെ ഉണ്ട്, അതിലോട്ടൊന്നും പോകുന്നില്ല. അതിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര കുഴപ്പമായി തീരും. അപ്പൊ നമ്മളിപ്പോൾ തൽക്കാലം ഇതൊക്കെ മതി. അപ്പൊ ഞാൻ ഒന്ന് ഓടിച്ചു വേണേൽ പറയാം പദങ്ങളെ, അല്ലേ?
നമുക്ക് ആ പ്രാധാന്യം ഇല്ലാത്ത മെറാക്കി തുടങ്ങാം. മെറാക്കി ഉണ്ട്, പിന്നെ ഫിലോട്ടിയ, അഗപ്പെ, മാനിയ, ലൂഡസ്, പ്രാഗ്മ, സ്റ്റോർഗെ, ഫിലിയ, ഇറോസ്. ഈ പദങ്ങളെ പറ്റിയെല്ലാം പറഞ്ഞു. ഇനിയിപ്പോ നിങ്ങൾ ആ ഒരു ഭാഗം നിങ്ങൾക്കൊരു ഉദാഹരണ, അല്ല നിങ്ങളെല്ലാം പഠിച്ചു എന്നോ അങ്ങനെയൊന്നുമില്ല, ഒരു ധാരണ. ഇനി നിങ്ങൾ പൗലോസ്ലീഹയുടെ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പോവാണ്. എന്താണ് പൗലോസ്ലീഹ പ്രാർത്ഥിച്ചേ? നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട്, and this I pray that your love may abound yet more and more in knowledge and in all judgment. നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇറച്ചിയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇറ്റ് ഈസ് എ പ്രയർ ഓഫ് സെയിന്റ് പോൾ. being filled with the fruits of righteousness which are by Jesus Christ. നമ്മുടെ നീതിയല്ല, യേശുക്രിസ്തുവിൻ്റെതാണ്. അത് പ്രത്യേകം പൗലോസ്ലീഹയുടെ എഴുത്തുണ്ട്. unto glory and praise of God. ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് അങ്ങനെ തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സോ നിങ്ങളുടെ സ്നേഹം, നിങ്ങളോട് മറ്റുള്ളവർ കാട്ടുന്ന സ്നേഹം, നിങ്ങൾ അനുഭവിക്കുന്ന സ്നേഹം, നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം, നിങ്ങൾ ആസ്വദിക്കുന്ന സ്നേഹം, ഈ സ്നേഹത്തെയൊക്കെ ഒന്ന് വിവേചിക്കുവാൻ, പരിജ്ഞാനത്തിൽ, സ്നേഹത്തിൽ മുതിരുമ്പോൾ അത് പരിജ്ഞാനത്തിലാകുവാൻ ഗ്ലോറിയസ് ഗോസ്പൽ ഫോളോ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. മേ ഗോഡ് ബ്ലസ് യു, ലവ് യു, താങ്ക് യു.